Okay. അപ്പൊ അങ്ങനെ മതി. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ നെറ്റിന്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്ലാസ് ആണ് ഞാൻ ഇന്ന് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞതിലെ മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, group communication and mass communication. These are the 4 categories of communication which is very important for our examination point of view. Examination അത് ഈ 4 കാറ്റഗറി, മറ്റുള്ളത് നമ്മൾ പേര് ഓർത്തിരുന്നാൽ മതി. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട 4 കാറ്റഗറി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അതിലെ ഫസ്റ്റ് ഐറ്റം ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽഫ് നമ്മളത് പറഞ്ഞിരുന്നു. സോ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ്. സെൽഫിൽ തുടങ്ങി ആ സെൽഫിൽ തന്നെ അവസാനിക്കുകയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സോ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ആർ ദ സെയിം പേഴ്സൺ, സെയിം ഇൻഡിവിജ്വൽ. സെൻഡറും റിസീവറും ഇവിടെ ഒരേ ആള് തന്നെയാണ് എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ്. വിച്ച് കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയുവാൻ കഴിയണം. ഓക്കെ. Intrapersonal communication stays within a person's mind, but it is the basis of all other communication. ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ കമ്മ്യൂണിക്കേഷൻ. എനിക്ക് എന്നോട് തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലെങ്കിൽ, ഇഫക്റ്റീവ് അല്ലെങ്കിൽ, സക്സസ്ഫുൾ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുമായിട്ടോ മറ്റു ഗ്രൂപ്പുമായിട്ടോ സംവേദിക്കുവാൻ എനിക്ക് പ്രയാസം നേരിടും. എൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ വിജയകരമാവുകയുമില്ല. സോ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൻഡ് റെസ്പോൺസ് ഓഫ് വാട്ട് വി ഹിയർ ആൻഡ് വാട്ട് വി റീഡ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞാന് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ കൊടുക്കുന്ന റെസ്പോൺസും എല്ലാം എൻ്റെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. Then it is the type of communication a person has with himself. Thus the prefix intra means within. Intra എന്ന വാക്കിന്റെ അർത്ഥം within എന്നാണ്. From within. ഒരാളിന്റെ ഉള്ളിൽ നിന്ന് എന്നുള്ള മീനിങ് ആണ്. As soon as a human being awakens, he begins an internal thought process and dialogue, almost always silent but sometimes aloud. പലപ്പോഴും മനുഷ്യൻ ഈ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ ഒരു ഇന്റേണൽ തോട്ട് പ്രോസസ്സിൽ നിന്നാണ് പലപ്പോഴും ഒരു ഡയലോഗായിട്ടോ ഒക്കെ ഡെവലപ്പ് ചെയ്യും. അത് പക്ഷേ സൈലന്റ് ആയിരിക്കും. എന്നാൽ ചില സമയത്ത് അല്പം ലൗഡായിട്ടും സംസാരിക്കും. ചില ആളുകൾ മുറിയിലൊക്കെ ഇരുന്ന് ഇച്ചിരി ഉറക്കെ സംസാരിക്കും. അപ്പൊ നമ്മൾ കതക് തുറന്നിട്ട്, നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ കതക് തുറന്നിട്ട്, ഇവിടെ നീ ആരോടാ സംസാരിച്ചത് ഇവിടെ? പെങ്കൊച്ചുങ്ങളാണെങ്കിൽ അവരോട് ചോദിക്കുക, എടി നീ ആരോടാ ഇനി സംസാരിച്ചത്? ഇവിടെ ആരാ വന്നേ? ഇപ്പോഴ് ഇവിടെ ആരും വന്നൊന്നുമില്ല. പിന്നെ നീ ആരോടാ സംസാരിച്ചേ? അത് ഞാൻ ആരോട് സംസാരിച്ചില്ല, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം ഞാൻ എന്നോട് തന്നെ, ഐ ടോക്ക്ഡ് മൈസെൽഫ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു. അത് ചില സമയത്ത് ലൗഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഉടനെ സ്വയം പഠിപ്പിക്കുന്നത് പോലെ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കും. നമ്മുടെ സെൽഫിനെ പഠിപ്പിക്കുന്നത് പോലെ ഒരു അഭിനയം നടത്തി പഠിക്കാമെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് പഠനം നടക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. So intrapersonal communication is individual reflection, contemplation and meditation.
അതുകൊണ്ട് ഇതിനെ നമ്മൾ ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ കൺവേഴ്സിങ് വിത്ത് ദ സ്പിരിറ്റ്സ് ഓഫ് ആൻസസ്റ്റേഴ്സ് നമ്മൾ പറയാറുണ്ട് അല്ലെ. സ്പിരിറ്റ്സിനോട് കൺവേഴ്സ് ചെയ്യുന്നത് ഇന്റർപേഴ്സണൽ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഒരു വ്യക്തി ഇല്ല, പുതിയൊരു വ്യക്തി അവിടെ ഇല്ല. ഇവിടെ ഇൻട്രാപേഴ്സണൽ എന്നും അതിനെ വിളിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം ഇത് നമ്മുടെ സെൽഫിനോടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മറ്റൊരു ആത്മാവിനോടാണ്. ആളത്വമില്ലാത്ത അല്ലെങ്കിൽ ബോഡി ഇല്ലാത്ത ഒരു ആത്മാവിനോടാണ്. അപ്പൊ കൺവേഴ്സിങ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു തരം കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് നൈദർ ഇൻട്രാപേഴ്സണൽ നോർ ഇന്റർപേഴ്സണൽ. അപ്പൊ നമ്മൾ അതിന്റെ മിഡിലുള്ള ഒരു തരം കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു വ്യക്തിയുടെ ഇതിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സംവേദിക്കപ്പെടുന്നു, പക്ഷേ പലപ്പോഴും മറ്റൊരാളിലേക്ക് എത്താതെ അത് നമ്മിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്പേഴ്സണൽ ആണ്. മറ്റു വ്യക്തിത്വം, ആ ബോഡി ഇല്ലാത്ത ഒരു സ്പിരിറ്റിലേക്ക് അത് ചെല്ലുന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്പേഴ്സണൽ എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ്. ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചത് കൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, then uses of intrapersonal communication, that means different processes involved in this communication. Intrapersonal communication involved ആവുന്ന വിവിധ പ്രോസസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ കാണുന്നത്. സെൽഫ് അനാലിസിസ്, സെൽഫ് അഷ്വറൻസ്, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഇവാലുവേഷൻ ആൻഡ് സെൽഫ് ഡിസ്കവറി. സെൽഫ് ഡിസ്കവറി ആണ് ഏറ്റവും ടോപ്പിൽ. ആത്മസാക്ഷാത്കാരം എന്ന് പറയും. സെൽഫ് റിയലൈസേഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. അതതിന്റെ എൻഡാണ്. അതായത് മോക്ഷം, നിർവാണ എന്നൊക്കെ പറയുന്ന ലെവലിലാണ് ഈ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ആത്മസാക്ഷാത്കാരം. ശ്രീബുദ്ധനൊക്കെ പോയി ബോധോദയമുണ്ടായി, അങ്ങനെ വലിയ ജ്ഞാനവും വെളിപ്പാടുമുണ്ടായി, അങ്ങനെ ബോധോദയം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ സെൽഫ് ഡിസ്കവറി എന്ന് നമ്മൾ പറയും. അതിനു മുമ്പുള്ള സ്റ്റേജുകളാണ് സെൽഫ് അനാലിസിസ്. സെൽഫ് അനാലിസിസ് മീൻസ് അനാലിസിസ് ഓഫ് ദ പ്രോസ് ആൻഡ് കോൺസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, എബിലിറ്റീസ് ആൻഡ് ഡിസബിലിറ്റീസ് എക്സെട്ര. ഇതാണ് സെൽഫ് അനാലിസിസ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്വയം സമയം കിട്ടുമ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നിട്ട് നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും അല്ലെ കുറവുകൾ, നമ്മുടെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഓർ ഡീമെറിറ്റ്സ് ഒക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും. വെദർ ദ ഡീമെറിറ്റ്സ് എക്സീഡ്സ് മെറിറ്റ്സ്, മെറിറ്റിനേക്കാൾ അധികമാണോ എങ്കിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഡീമെറിറ്റ്സ് കുറയ്ക്കണം. ട്രൈ ടു ഇൻക്രീസ് മെറിറ്റ്സ് ആൻഡ് ട്രൈ ടു ഡിക്രീസ് ഓർ ഡിമിനിഷ് ഡീമെറിറ്റ്സ്. അത് നമ്മൾ ശ്രമിക്കണം. വാട്ട് ആർ മൈ എബിലിറ്റീസ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്. വാട്ട് ആർ മൈ ഡിസബിലിറ്റീസ്, എൻ്റെ കഴിവ് കുറവുകൾ, കഴിവുകേടുകൾ എന്തൊക്കെയാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്യുകയും മെറിറ്റ്സിനെ അഡ്മിറ്റ് ചെയ്യുകയും ഡീമെറിറ്റ്സിനെ ക്രമേണ കുറയ്ക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യണം. ഡിസബിലിറ്റീസിനെ ഓവർകം ചെയ്യുവാനുള്ള കുറച്ചുകൂടെ നമ്മൾ പരിശ്രമം നമുക്കുണ്ടാവണം. എബിലിറ്റീസിനെ കുറച്ചുകൂടെ പ്രേരിപ്പിക്കണം. ഇതൊക്കെ ചെയ്യുവാൻ കഴിയണമെങ്കിൽ ഒരു സെൽഫ് അനാലിസിസ്, ആത്മവിശകലനം നമുക്ക് ആവശ്യമാണ്. ദെൻ സെൽഫ് അഷ്വറൻസ്. സെൽഫ് അനാലിസിസ് നടത്തി കഴിയുമ്പോഴാണ് നമ്മുടെ എബിലിറ്റീസ്, മെറിറ്റ്സ്, പ്രോസ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ മേക്ക് സെൽഫ് ഷുവർ എന്നാണ്. വെദർ ഐ ക്യാൻ ഓർ നോട്ട്, എനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പ് വരുത്തുകയാണ് സെൽഫിനെ. അത് സെൽഫ് അഷ്വറൻസ്. ദെൻ സെൽഫ് മോട്ടിവേഷൻ. സ്ട്രോങ് ഇന്റേണൽ urge to undertake, to do, to behave, to perform, etc. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്. സ്ട്രോങ് ഇന്റേണൽ urge ആണ് നമുക്കുണ്ടാകുന്നത്. ആരും നമ്മളെ എക്സ്റ്റേണൽ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതല്ല. ഇതിനൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ urge ഫ്രം വിത്തിൻ എന്നാണ്. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ആത്മപ്രേരിതമായ പ്രവർത്തനങ്ങൾ നമ്മൾ പറയുമല്ലോ, അതാണ് സെൽഫ് മോട്ടിവേഷൻ. നമ്മുടെ മനസ്സ് നമ്മളോട് പറയാണ്, നീ വർക്ക് ചെയ്യ്, നീ പഠിക്ക്, എക്സസൈസ് ഒക്കെ ചെയ്ത് പഠിക്ക്, ഒരു ദിവസം ഒരു 10 എക്സസൈസ് ചെയ്ത് പഠിക്ക്,
മനസ്സിലായില്ലേ? അത് ചെയ്ത് പഠിക്കണം. നമ്മൾ നെറ്റിലേക്ക് കയറണം കേട്ടോ. NTA സൈറ്റ് അഡ്രസ് നിങ്ങൾക്കറിയാം. NTA എക്സാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ആ സൈറ്റിലേക്ക് നേരെ അങ്ങ് പോകാൻ നോക്കാം. പോയി അവിടെ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്താൻ പറ്റും. ഒരു 10 വീതം നമ്മൾ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി നമുക്ക് കുറേ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നമുക്ക് ചെയ്യാവുന്ന അത്രയും കുറേശ്ശെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇത് നല്ല ഇൻട്രസ്റ്റ് അങ്ങ് വരും. ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പൊ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ സ്ട്രോങ് ഇന്റേണൽ ഏർജ് അതങ്ങ് സ്ട്രോങ് ആയി കഴിയുമ്പോൾ നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. അതെല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് ആവശ്യമാണ്. എന്താണ് ഈ സെൽഫ് കോൺഫിഡൻസ്? സ്ട്രോങ് പോസിറ്റീവ് ബിലീഫ് ഇൻ സെൽഫ്, ദാറ്റ് ഐ ക്യാൻ. എനിക്ക് കഴിയും, ഞാൻ ചെയ്യും, ഞാൻ പെരുമാറും, ഞാൻ പ്രകടിപ്പിക്കും, ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ട്രോങ് പോസിറ്റീവ് ബിലീഫ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. അതിനെയാണ് സെൽഫ് കോൺഫിഡൻസ്. അത് നിർമ്മിക്കുക, അത് ബിൽഡിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിൽഡിംഗ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് പലപ്പോഴും മടുത്തു പോകുന്നു, അല്ലെ മനസ്സ് മടുത്തിരിക്കുകയാണ്, മടിയാണ്, അലസതയാണെന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ സെൽഫ് മോട്ടിവേഷനും സെൽഫ് കോൺഫിഡൻസും നമുക്ക് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ടാവണം. ഒന്നിനെ ചൊല്ലിയും മനസ്സ് മടുക്കരുത്. ഒരു പ്രാവശ്യം നെറ്റ് എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി എനിക്ക് കിട്ടത്തേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ മെരുക്കി എടുക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും പ്രിപ്പയർ ചെയ്യും. PSCയുടെ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതുമല്ലോ. ഒരു പ്രാവശ്യം എഴുതിയാൽ ഇനി കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. എല്ലാവർക്കും കൂടെ എല്ലാ സമയത്തും ഒന്നിച്ച് കിട്ടണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണ്. പലതരത്തിലുള്ള എക്സാംസ് ഉണ്ട്, പല പോസ്റ്റുകൾക്കുള്ള എക്സാംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് എഴുതാവുന്ന, കംഫർട്ടബിൾ ആയിട്ട് എഴുതാവുന്ന ടെസ്റ്റുകളൊക്കെ നമ്മൾ എഴുതുകയാണ്. എവിടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അത്രയും താല്പര്യം നമുക്കുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. അത് ഓരോന്ന് എഴുതുമ്പോഴും കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ദെൻ സെൽഫ് ഇവാലുവേഷൻ, ഒരു വിലയിരുത്തലൂടെ നടത്തണം. എപ്പോഴും നമ്മൾ ഈ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നു, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു ടെസ്റ്റ് എഴുതി എന്ന് വിചാരിക്കുക, ഒരു PSCയുടെ ടെസ്റ്റ് എഴുതി. നമ്മളൊരു ഇവാലുവേഷൻ നടത്തണം. എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയത്, ഏതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്. അനാലിസിസ് ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഓക്കെ, നമ്മളത് ചെയ്യണം. നമ്മൾ സെൽഫ് വാല്യൂ ചെയ്യുക, സെൽഫ് എസ്റ്റിമേഷൻ എന്ന് തന്നെ പറയും. അതാണ് സെൽഫ് ഇവാലുവേഷൻ, സ്വയ മൂല്യനിർണയം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽഫ് ഡിസ്കവറി എന്നുള്ള ലെവലിൽ എത്തുന്നത്. സാധാരണ നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് ആണത്. നല്ല കണ്ടംപ്ലേഷൻ, നല്ല മെഡിറ്റേഷൻ ഒക്കെ ആവശ്യമാണ്. ഒരുപാട് നല്ല ധ്യാനങ്ങളും ഒക്കെ ആവശ്യമാണ് ഈ സെൽഫ് ഡിസ്കവറി എന്നൊക്കെ പറയുന്ന സ്റ്റേജിൽ എത്തുവാനായിട്ട്. എങ്കിലും നമുക്ക് കഴിയുന്നത്രയും നമുക്ക് ചുരുങ്ങിയ തോതിലെങ്കിലും നമുക്ക് ഈ സ്റ്റേജുകളിൽ ഒന്ന് എത്തിച്ചേരുവാൻ കഴിയുന്നെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയ വിജയമായിരിക്കും. ഓക്കെ, ഇത് സെൽഫ് ടോക്ക്, സൈലന്റ് ടോക്ക്, വെർബലൈസേഷൻ, മിറർ ടോക്ക്, പാർട്ട്ണർ ടോക്ക്, സെൽഫ് കോൺവെർസേഷൻ, റിട്ടൺ സെൽഫ് ടോക്ക്, സെൽഫ് ടേപ്പ്, ക്വസ്റ്റ്യൻ, സജഷൻ ഒക്കെയാണ് സെൽഫ് ടോക്ക് എന്ന് ഇതിനെ വിളിക്കുന്നത്. ഈ സെൽഫ് ടോക്ക് എല്ലാം തന്നെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു enjoy the beauty of life privately, justify or defend our speech and actions, interpret others' behaviors towards us or others, plan our daily or specific target-oriented activities, analyze our behaviors, actions, ideas, and relationships, express jealousy and other negative emotions towards others. ഇതെല്ലാം ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ യൂസസ്, അതിന്റെ ഹെൽപ്പാണ്. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് പ്രൈവറ്റിൽ, സ്വകാര്യമായി ജീവിതത്തിലെ സൗന്ദര്യം ആസ്വദിക്കുവാൻ. അത് പ്രകൃതിയുടെ സൗന്ദര്യമാകാം, വ്യക്തികളുടെ സൗന്ദര്യമാകാം, എന്തിന്റെ. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചാൽ വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ മനുഷ്യരുടെ സൗന്ദര്യം, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ സൗന്ദര്യം പരസ്യമായിട്ട് പോയി നിന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നത്തിലെത്തും, അല്ലേ? ചെരുപ്പൂരി നമുക്ക് അടിയൊക്കെ കിട്ടും. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ സൗന്ദര്യം നേരെ പോയി ചെന്ന് ആസ്വദിക്കാൻ പോയാലും പ്രശ്നമാണ്, അല്ലേ? അത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആവും അപ്പോഴും. എന്നാൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളിക്കാതെ നമ്മൾ നേരത്തെ കണ്ട ആരെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർക്കുകയും അവരുടെ ആ സൗന്ദര്യവും അവരുടെ നല്ല സംസാരവും അവരുടെ പ്ലീസിങ് ആയിട്ടുള്ള മാനേഴ്സും എല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരികയും അതൊന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യുക. ചിലപ്പോൾ അധ്യാപകരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കും. അത് നമ്മുടെ ഇന്നെടുത്ത ക്ലാസ് എടുത്ത ടീച്ചർ, നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു ടീച്ചർ, ഇംപ്രസീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ്, അവരുടെ ലാംഗ്വേജ്, ദാറ്റ് ഫ്ലുവൻസി, അല്ലേ? അവർ നമ്മളോട് വന്ന് ഇടപെട്ട ആ രീതി, the way in which she treated us, she handled our responses, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് അത് എൻജോയ് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുക. അതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് വളരെ സേഫ് ആയിട്ടുള്ള, ആരും എന്നെ സ്വപ്നം കണ്ടെന്നും പറഞ്ഞ് കേസ് കൊടുക്കാറില്ല, അല്ലേ? നമ്മളൊരു രാജ്ഞിയെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ മിസ് ഇന്ത്യയെ സ്വപ്നം കണ്ടെന്നും പറഞ്ഞൊന്നും അവരാരും കേസ് കൊടുക്കുക, സ്വപ്നം കാണുന്ന പോലെയേ ഉള്ളൂ. അത് എൻജോയ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് സേഫ് ആണ്. ഓക്കെ, ദെൻ ജസ്റ്റിഫൈ ഓർ ഡിഫെൻഡ് അവർ സ്പീച്ച് ആൻഡ് ആക്ഷൻസ്. നമ്മൾ ചില പ്രവർത്തനങ്ങൾ, സംസാരവും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുള്ള രീതിയിലേക്ക് വന്നാൽ ആരും അത് അറിയുന്നില്ലെന്ന് വിചാരിച്ചോളൂ. ആരും അറിഞ്ഞ കേസാണെങ്കിൽ അവർ തന്നെ വഴക്കൊക്കെ പറയുമല്ലോ. ഇതിപ്പോ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനോ നമ്മളെ ഡിഫെൻഡ് ചെയ്യാനോ കഴിയണം, കേട്ടോ? ഓക്കെ, നമ്മൾ തന്നെ നമ്മളെ ഡിഫെൻഡ് ചെയ്യാനും ജസ്റ്റിഫൈ ചെയ്യാനും ശ്രമിക്കണം. അത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മൾ മിററിന്റെ മുമ്പിലൊക്കെ പോയി നിന്നുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ കുറ്റം പറഞ്ഞു, നീ എന്തൊരു പണിയായിരുന്നു കാണിച്ചത്, നീ എന്തൊരു പണിയാ കാണിച്ചത്, നിനക്ക് ആ കാര്യം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് അങ്ങനെ പറയാമോ, അല്ലെങ്കിൽ മോശമല്ലേ, മോശമായി പോയില്ലേ, അദ്ദേഹം എന്ത് വിചാരിച്ചു കാണും, അല്ലേ? നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിയല്ലേ, അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കാമോ എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് പറയും ശരിയാണ്, അത് ഞാൻ അങ്ങനെ ചെയ്തു, അത് തെറ്റായി പോയി എന്ന് മനസാക്ഷി നമ്മളോട് പറയും. പിന്നീട് നമ്മൾ അതുകൊണ്ട് അത് ചെയ്യില്ല, നമ്മുടെ സ്വഭാവത്തിൽ അത് കറക്ഷൻ വരുത്തും. ഇനി ന്യായമാണ് ചെയ്തതെങ്കിലോ, നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാണെങ്കിലോ, നീ നല്ലായി, മിടുക്കിയായി, അല്ലെ മിടുക്കനായി, ഇന്നവിടെ അങ്ങനെ പറഞ്ഞത് നന്നായി, അതാ ജസ്റ്റിഫൈ ചെയ്യാന്ന്. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇന്റർപ്രറ്റ് അതേഴ്സ് ബിഹേവിയേഴ്സ് ടുവേഴ്സ് അസ് ഓർ അതേഴ്സ്. ചില മറ്റാളുകളുടെ സ്വഭാവം, അവരുടെ വലിയ സംസാരം കേട്ടില്ലേ, അങ്ങനെ ചെയ്യില്ലേ, എന്തോ ഒരു ഇതായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റൊരാളിന്റെ സ്വഭാവം നമ്മളോടുള്ളതാകാം, മറ്റുള്ളവരോടുള്ളതാകാം, അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അത് മറ്റുള്ള ഒരാളിനോട് നമ്മൾ കയറി പറഞ്ഞാൽ അത് ഇന്റർപേഴ്സണലാവും, അല്ലേ? ഇന്റർപേഴ്സണലും ആവും, തന്നെയല്ല അത് പരസ്യമാകും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ വീട്ടിൽ വന്നിരുന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല, സേഫ് ആണ്. ടു പ്ലാൻ അവർ ഡെയിലി ഓർ സ്പെസിഫിക് ടാർഗറ്റ് ഓറിയന്റഡ് ആക്ടിവിറ്റീസ്. നമ്മൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെക്കുമല്ലോ, അത് കൃത്യമായി പ്ലാൻ ചെയ്യാൻ. നമ്മൾ പറയുന്നില്ലേ, ഇന്ന് നമുക്ക് 3 മണിക്കൂർ പഠിക്കണം, എനിക്ക് 30 എനിക്കൊരു 100 ക്വസ്റ്റ്യൻ ഇന്ന് വർക്കൗട്ട് ചെയ്യണം, 100 ക്വസ്റ്റ്യൻസ് എക്സസൈസസ് വർക്കൗട്ട് ചെയ്തിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. ഒരു 3 hours ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 3 മണിക്ക് ഒരു 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒരു 30-35 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഞാനത് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. അത് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ഡെയിലി ആക്ഷൻസ് ടാർഗറ്റ് ഓറിയന്റഡ് ആക്ടിവിറ്റിയാണ്, അത് നമ്മൾ പ്ലാൻ ചെയ്യുക. അതിന് ഇൻട്രാപേഴ്സണൽ മതി, നമ്മൾ നമ്മളോട് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ടു അനലൈസ് അവർ ബിഹേവിയേഴ്സ്, ആക്ഷൻസ്, ഐഡിയാസ് ആൻഡ് റിലേഷൻഷിപ്സ്. എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം, എൻ്റെ സംസാരം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനം, എൻ്റെ പെരുമാറ്റം, ഇതിനെല്ലാം നമുക്ക് വിശകലനം ചെയ്യാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് സേഫ് എന്ന് പറയുന്നത്. സ്വയം നമുക്ക് കറക്ഷൻസ് വരുത്താം, ആരും അറിയില്ല,
ഇവൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട്, ഇപ്പാണ്ടോ നല്ല പാകത വന്നല്ലോ എന്ന് മറ്റുള്ളവർ പറയും. നല്ല കറക്ഷൻസ് നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് എക്സ്പ്രസ് ജലസി ആൻഡ് അതർ നെഗറ്റീവ് ഇമോഷൻസ് ടുവേർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരോട് അസൂയയോ അതുപോലെയുള്ള നെഗറ്റീവായ ഇമോഷൻസ്, നെഗറ്റീവായ വികാരങ്ങൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് രഹസ്യമായി നമ്മളോട് തന്നെ സംസാരിക്കുന്നു, അപ്പൊ ആരും കേൾക്കില്ല. മനസ്സിലായില്ലേ? അത് ഇന്റർപേഴ്സണൽ ആക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ അത് അവരുടെ ചെവിയിൽ എത്തുകയും ചെയ്യും. നമ്മൾ ആ അസൂയയും ഒക്കെ കണ്ടില്ലേ, അവിടെ ആ ചാട്ടം കണ്ടില്ലയോ, അങ്ങനെ ഇല്ലയോ, ഇങ്ങനെ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വന്ന് നമ്മളോട് തന്നെ പറയാം. ഈവൻ പങ്കാളിയോട് പോലും പറയണ്ട, അപ്പോഴത്തേക്ക് അത് ഇന്റർപേഴ്സണൽ ആവും. മനസ്സിലായില്ല? ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ ആവും. ഇവിടെ അതല്ല, നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാണ്. അപ്പൊ ഇതൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയാം. വിച്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ എക്സ്പ്രസിംഗ് ജലസി ആൻഡ് അതർ നെഗറ്റീവ് ഇമോഷൻസ് ടുവേർഡ്സ് അതേഴ്സ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഓർത്തിരുന്നോണം, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ ആണോ, ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണോ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണോ, ഇൻട്രാ പേഴ്സണൽ ആണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരോട് ജലസി പോലെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് പറയാം. ഈ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നും മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഈ 4 കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡിറക്റ്റ് ആൻഡ് മീഡിയേറ്റഡ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഡിറക്റ്റ് എന്ന് പറയാൻ ഇവിടെ മീഡിയം ഒന്നും ഇല്ലാത്തതിനെയാണ് ഡിറക്റ്റ് നമ്മൾ ഇവിടെ നേരത്തെ ഞാനത് പറഞ്ഞു തന്നതാണ്. ഡിറക്റ്റ് ഇൻട്രാ പേഴ്സണലിന്റെ ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് മെറ്റാകോഗ്നിഷൻ, റിഫ്ലക്ഷൻ, മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷൻ, സെൽഫ്. ഇന്നെല്ലാം സെൽഫ് ചേർന്ന വാക്കുകളാണ്. സെൽഫ് അവയർനെസ്, സെൽഫ് അനാലിസിസ്, സെൽഫ് ഇവാലുവേഷൻ എക്സെട്ര. ഓക്കെ, മെറ്റാകോഗ്നിഷൻ, റിഫ്ലക്ഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് അബൌട്ട് അവർ ഓൺ തോട്ട്സ് എന്നാണ്. നമ്മുടെ തന്നെ ചിന്തകൾ നമ്മൾ ഇരുന്ന് വിശകലനം ചെയ്യുകയാണ്. എപ്രകാരം മുമ്പേ പറഞ്ഞ പോലെ സെൽഫ് അനാലിസിസ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു തോട്ടിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തോട്ട്സ്, ഒരാളിന്റെ തന്നെ ചിന്തകളെ കുറിച്ച് അയാൾ തന്നെ ഇരുന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. So metacognition is an example of intrapersonal communication. Reflection എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലനം. I try to see myself just in a mirror, just like in a mirror, I try to see myself. ഞാൻ എന്നെ തന്നെ കാണാൻ ശ്രമിക്കുന്നു. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം. കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മെഡിറ്റേഷൻ, ധ്യാനത്തിലിരിക്കുക, കണ്ടംപ്ലേഷൻ ആണ്. സെൽഫ് അവയർനെസ്, സ്വയബോധം, സെൽഫ് അനാലിസിസ്, സെൽഫ് ഇവാലുവേഷൻ, ഇതെല്ലാം തന്നെ ഡിറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ മീഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഉപയോഗിക്കുമ്പോഴാണ് അതിനെ മീഡിയേറ്റഡ് എന്ന് വിളിക്കുന്നത്. റൈറ്റിംഗ് എ പേഴ്സണൽ ഡയറി ഫോർ സെൽഫ് ഇവാലുവേഷൻ. റൈറ്റിംഗ് എ പേഴ്സണൽ ഡയറി, നമ്മളൊരു പേഴ്സണൽ ഡയറി എഴുതുകയാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും സംഭവങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ തന്നെ അത് നമുക്ക് തന്നെ വായിക്കാനും നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്താനും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കാം. വെളിയിൽ ആളുകൾ കൊടുത്തു പോയാൽ പിന്നെ ഇൻട്രാ എന്ന് പറയില്ല. ഓക്കെ, റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഫോർ പേഴ്സണൽ യൂസ് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ഓട്ടോബയോഗ്രഫി എഴുതുകയാണ്, എൻ്റെ തന്നെ ജീവചരിത്രം ഞാൻ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ ഇൻട്രാ പേഴ്സണൽ എന്ന് പറയില്ല. നമ്മുടെ പേഴ്സണൽ യൂസിന് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കുക. അത് മീഡിയേറ്റഡ് ആണ്. ഓട്ടോബയോഗ്രഫി എഴുതി വെക്കുന്നത് കൊണ്ട് അതൊരു മീഡിയേറ്റഡ് എന്ന് പറയും. സർക്കുലേറ്റിംഗ് റിപ്പോർട്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇന്റേണലി വിതിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ, ഓർഗനൈസേഷനിലെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട്
ആ ഓർഗനൈസേഷനിൽ ഉള്ളിൽ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഒരിക്കൽ കൂടി ആ ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. എന്തിനാണ്? അതൊരു കറക്ഷൻ വരുത്താനാണ്. ആ കറക്ഷൻ വരുത്തുമ്പോൾ എഴുതിയത് ആരാണ്? ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെയാണ് എഴുതിയത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ എഴുതിയ മാറ്റർ അവർക്ക് തന്നെ കൊടുക്കുകയാണ് ഒരു കറക്ഷൻ വരുത്താൻ വേണ്ടി. എന്നിട്ട് ഫൈനൽ കറക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് വിടുന്നത്, സർക്കുലേറ്റിംഗ് ഔട്ട്സൈഡ് ദ ഫേം. ഇത് സർക്കുലേറ്റിംഗ് റിപ്പോർട്ട്സ് ഇന്റേണലി എന്നാ പറയുന്നത്. ഇന്റേണലി ആ വാക്കാണ് ഓർത്തിരിക്കേണ്ടത്. ഇന്റേണൽ ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇൻട്രാ പേഴ്സണൽ എന്ന് വിളിക്കും. കാരണം പേഴ്സണൽ അവിടെ വിളിക്കാൻ കാരണം ആ യൂണിറ്റിനെ, ആ ഓർഗനൈസേഷനെ ടേക്ക് ഇറ്റ് ആസ് എ സിംഗിൾ പേഴ്സൺ, ഒരു വ്യക്തിയായിട്ട്, ഒറ്റ സിംഗിൾ പേഴ്സൺ ആയിട്ട്, സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതെങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നത്. സർക്കുലേറ്റിംഗ് റിപ്പോർട്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇന്റേണലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻട്രാ പേഴ്സണൽ, ഇന്റർ പേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഇന്റേണലി എന്നുള്ള വാക്ക് കണ്ടുകൊണ്ട് നമ്മൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then observing a recorded class by the teacher for self-improvement. ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുത്തു, ആ ക്ലാസിന്റെ വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, നമ്മള് സാധാരണയായിട്ട് ഇപ്പോൾ ബി എഡിനൊക്കെ പഠിക്കും. നിങ്ങളിൽ ബി എഡിന് പഠിച്ച പലരും ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. ബി എഡിന് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ, ക്രിറ്റിസിസം ഒക്കെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ അതിലെ കുറച്ച് ക്ലാസ്സുകൾ വീഡിയോ എടുത്തിട്ട് അത് വീണ്ടും കാണണം. വീഡിയോ അനാലിസിസ് എന്ന് പറയും. വീഡിയോ അനാലിസിസ്. നമ്മൾ ക്ലാസ് നമ്മുടേത് തന്നെ എടുത്തിട്ട് അത് നമ്മൾ തന്നെ ഇരുന്ന് കാണുക. നമ്മൾ എടുത്ത ക്ലാസ് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇരുന്ന് കാണുകയാണ്. കാരണം നമ്മുടെ ക്ലാസ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റൂല. ഒബ്സർവിങ് എ ക്ലാസ് ടേക്കൺ ബൈ ദ സെയിം ടീച്ചർ cannot be observed directly, അല്ലെ? ഡയറക്റ്റ് ആയിട്ടൊക്കെ ഇല്ല. അതിനെയാണ് വീഡിയോ എടുത്ത് കാണുമ്പോൾ അതിനെയാണ് മീഡിയേറ്റഡ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എടുത്ത ക്ലാസ് നമ്മൾ തന്നെ കാണുന്നു, അതാണ് ഇൻട്രാ പേഴ്സണൽ. അത് വീഡിയോ എടുത്ത് കണ്ടതുകൊണ്ട് മീഡിയേറ്റഡ് എന്ന് പറയുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം, ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, അപ്പൊ പൊക്കോട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പം അതെല്ലാം തീർക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ പറഞ്ഞോളൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ശരി. നമുക്കപ്പം നെക്സ്റ്റിലേക്ക് ക്ലിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫൗസിയ മിടുക്കിയാണ് വളരെ. മനുജ മാണി എന്താണ് കണ്ടംപ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കണ്ടംപ്ലേഷൻ. കണ്ടംപ്ലേഷൻ ഒരു തരം മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ഇരുന്ന് സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരുന്നിട്ട് ഒരു ഈശ്വരധ്യാനം എന്ന് നമ്മൾ പറയുന്നു. ചിലപ്പോഴൊക്കെ അതിനങ്ങനെ മീനിങ് കൊടുക്കാറുണ്ട്. ഈശ്വരധ്യാനം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. അതായത് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ണൊക്കെ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ഒരു മെഡിറ്റേഷൻ നടത്തുന്നവര് കണ്ണൊക്കെ അടച്ചിരുന്നിട്ട് നമ്മളിലേക്ക് വരുന്ന ശബ്ദങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. നമ്മുടെ തോട്ട്സ് ആണ്. ശബ്ദങ്ങളെ അനലൈസ് ചെയ്യുക. ആദ്യം ബാഹ്യമായ ശബ്ദങ്ങൾ എന്തൊക്കെ വരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊന്നും വലിയ കാര്യമല്ല എന്ന് മനസ്സിനോട് പറഞ്ഞ് കുറെ ദിവസങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ പിന്നെ ആ ശബ്ദങ്ങളൊന്നും നമ്മൾ ഇരുന്നാൽ പിന്നെ കേൾക്കത്ത് പോലും ഇല്ല. നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തോട്ട്സിനെ അനലൈസ് ചെയ്യാണ്. അതൊരു തരം മെറ്റാകോഗ്നീഷൻ ആണ്. സുജ ചോദിച്ചിരിക്കുന്ന മെറ്റാകോഗ്നീഷൻ. അപ്പൊ നമ്മൾ എന്താണ്? സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന തോട്ട്സിനെ നമ്മൾ ഇരുന്ന് അനലൈസ് ചെയ്യാണ്. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തെല്ലാമാണെന്ന് നമ്മളിരുന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ചിന്തകളെ കുറിച്ച് ആ വ്യക്തി തന്നെ ഇരുന്ന് ചിന്തിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തോട്ട്സ്. അതൊരു തോക്കിനിടെ വെടിവെക്കുന്ന പോലെ ഇരിക്കും. ചിന്തകളെ കുറിച്ചിരുന്ന് ചിന്തിക്കുകയാണ്. പിടികിട്ടിയല്ലോ?
അതിനെയാണ് മെറ്റാകോഗ്നിഷൻ. അത് എപ്പോഴും ഇൻട്രാപേഴ്സണൽ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടംപ്ലേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു. സ്വസ്ഥമായിട്ട് നമ്മൾ എന്താ പറയുന്നത്, യോഗ ഒക്കെ ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. യോഗ ഒക്കെ ചെയ്യുന്നവർക്ക് ആ ബോഡിയുടെ ആ സ്വാധീനത്തെ മനസ്സുകൊണ്ട് ചെയ്ത് മനസ്സിനെ സൂപ്രമസി കൊടുത്തിട്ട് ബോഡിയുടെ ഇഷ്ടങ്ങളെ നിഗ്രഹിച്ചിട്ട് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരുന്ന തോട്ട്സിനെയൊക്കെ അനലൈസ് ചെയ്ത് അവസാനം നമ്മൾക്ക് ഇഷ്ടമുള്ള തോട്ട്സിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ക്ലാസ്സിൽ ഇരുന്നാലോ പത്രം വായിച്ചാലോ ഏത് പ്രവൃത്തി ചെയ്താലോ അവർക്ക് പൂർണ്ണ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും, പഠിക്കാനും പറ്റും. ഞാൻ കുട്ടികളോട് പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം പഠനം തുടങ്ങാനെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് ശ്രദ്ധ മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ആ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ വളരെ സഹായിക്കും. അതിനെയാണ് നമ്മൾ അത്തരം ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഈ കണ്ടംപ്ലേഷൻ എന്നുകൂടെ പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ നമ്മളെക്കുറിച്ച് നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ട് വെച്ച് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഈ പിന്നെ ശ്രീ രവിശങ്കറിന്റെ അവരുടെ ഇതുണ്ട്, മെഡിറ്റേഷൻ പോലെയുള്ള ക്യാമ്പുകളൊക്കെ അവർ വെക്കുമ്പോൾ നമ്മൾ പോയി പങ്കെടുക്കാവുന്നുണ്ട്. ഞാനും പല പ്രാവശ്യം പോയി അതിന് നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ബേസ് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടും. തീർച്ചയായിട്ടും ഒത്തിരി നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? താങ്ക് യു. നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ നമ്മൾ 1-to-1 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഒരാൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോ ഒരു പിന്നെ എന്താണ് പറയുന്നത്, റെയിൽവേ ട്രാക്കിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ എല്ലായ്പ്പോഴും അങ്ങനെ വേണ്ട. ഇത് ഞാനൊരു സിംബോളിക് ആയിട്ട് നെറ്റിൽ നിന്ന് ഒരു പടം കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊന്നും ഉള്ള രീതിയിലുള്ള പടങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുക നല്ലത്. നിങ്ങൾ മെച്ചുവർഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ഈ പടം, ഇനി അത് മാറ്റണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സ്വയം ആ മുഖത്തോട് മുഖം നോക്കി ഐ കോണ്ടാക്റ്റോട് കൂടി ഒരു വ്യക്തിയോട് നേരിട്ട് സംവേദിക്കുന്നതിനെയാണ് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അനദർ പേഴ്സൺ. Communication between people, usually between two, is known as interpersonal communication. In interpersonal communication, how many persons are involved? 1, 2, 3, 4. 2. Simple question ആണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ എത്ര പേര് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം ആളുകൾക്ക് മനസ്സിലാകാതിരിക്കും. 2 പേരാന്ന് ഒരുപക്ഷെ പിടികിട്ടണമെന്നില്ല. ആ വാക്കിൽ ഞാൻ ഇല്ലല്ലോ, ഇന്റർപേഴ്സണലിനെ പറഞ്ഞിട്ടുള്ളൂ. എത്ര പേരാണെന്ന് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ 1-to-1 കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് 1-to-1 കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്ത് പറയുന്നു? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ അതിന് വേറൊരു പേരാണ് 1-to-1 കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ 1-to-1ന്റെ വേറൊരു പേരാണ് ഇന്റർപേഴ്സണൽ ഇന്റർ എന്നുള്ളതാണ്. അത് ഓർത്തിരുന്നു. ഓക്കെ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫോക്കസ്ഡ് ഇന്ററാക്ഷൻ. ഫോക്കസ്ഡ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ വി ഫോക്കസ് അവർ അറ്റൻഷൻ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ദെൻ ഇന്ററാക്ട്. നമ്മളൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് ഇന്ററാക്ഷൻ നടത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓഫീസിലോട്ട് ചെന്നു. ആ ഓഫീസില് ഗോപാലകൃഷ്ണൻ ഒരു സാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാർ. ആ ഗോപാലകൃഷ്ണൻ സാറാണ് നമ്മുടെ ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് വാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് മറ്റന്നാൾ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ ഓഫീസിൽ അദ്ദേഹത്തെ കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തിരുന്ന സാറിനോട് ചോദിച്ചു, സാർ ഗോപാലകൃഷ്ണൻ സാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അയ്യോ സാർ ഇന്ന് ലീവാണല്ലോ, ഈ സാർ നാളെ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, എന്നാ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുടനെ പുള്ളി ചോദിക്കുകയാണ് എന്താണ് വന്ന കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തോടാണ് നമുക്ക് പറയേണ്ടത്. ഇല്ല സാർ, ഞാൻ നാളെ വന്ന് സാറിനെ തന്നെ കണ്ടോളാം, സാറിനെ കണ്ടിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്നതാണ് ഈ ഫോക്കസ്ഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയോടാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുന്നു.
ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഒരാളിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉടനെ വേറെ രണ്ടുപേരൂടെ ആ വ്യക്തിയുടെ അടുത്തോട്ട് വന്നെങ്കിൽ നമ്മൾ പതിയെ ഒഴിഞ്ഞിഞ്ഞ് മാറിയിട്ട് എന്താ നീ വന്നേന്ന് ചോദിക്കുമ്പോൾ ഓ ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിഞ്ഞ് മാറും. അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, ഞാനത് പിന്നെ പറഞ്ഞോളാം, ഇപ്പൊ പറയുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിഞ്ഞ് പോരും. കാരണം എന്താണ്, ആ വ്യക്തിയോട് പറയത്തക്ക ഒരു കോണ്ടെക്സ്റ്റ്, നമ്മൾ നേരത്തെ കോണ്ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, സാഹചര്യം, ആ കോണ്ടെക്സ്റ്റ് ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല എന്ന് പറയുന്നു. അപ്പോ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഫോക്കസ്ഡ് ഇന്ററാക്ഷൻ ആണെന്ന് ഓർത്തിരിക്കണം. കൂടാതെ അത് ഒരു റിലേഷൻ ബിൽഡിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് റിവൈവിംഗ് ടൂൾ എന്ന് പറയും. ഇറ്റ്സ് എ റിലേഷൻ ബിൽഡിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് റിവൈവിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു ഉപാധി, ടൂളാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കാരണം എന്താണ്, നമ്മളൊരാളിനോട് ഇപ്പം ബസ്സിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു ട്രെയിനിൽ യാത്ര ചെയ്താൽ നമ്മൾ അന്നേരം സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾ ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാവും. കമ്മ്യൂണിക്കേഷനിലായി കഴിഞ്ഞാൽ അതൊരു ബന്ധമായിട്ട് അങ്ങ് വികസിക്കാം. ഒരു റിലേഷൻ ബിൽഡിംഗ് ടൂൾ ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. റിലേഷൻ മെയിൻറ്റെയിനിങ് ആണ്. കാരണം ഒരു ബന്ധം എപ്പോഴും നമുക്ക് ആളുകളുമായിട്ട് ബന്ധമുണ്ടല്ലോ. നമ്മൾ ഒന്നിച്ച് പഠിച്ച കുട്ടികൾ പിരിഞ്ഞുപോയി, നിങ്ങളിപ്പോ നെറ്റിന് വേണ്ടി ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങളൊരു ഗ്രൂപ്പാണ് ഇപ്പൊ, അതൊരു ബന്ധമാണ്. നിങ്ങളിപ്പോ ഇത്രയും നാള് നിങ്ങൾ ഒന്നിച്ച് ക്ലാസ്സും ഒക്കെ ആയതുകൊണ്ട് ഒരു ബന്ധത്തിലായി. ഇനി ഇത് കഴിഞ്ഞിട്ട്, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുമില്ല, ഒരു ബന്ധവും ഇല്ലെങ്കിൽ ആ ബന്ധം, റിലേഷൻ എന്നുള്ളത് അങ്ങ് ബ്രേക്ക് ആയിപ്പോയി അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, നമുക്ക് റിവൈവ് ചെയ്യണം. റിവൈവ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്, വിളിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഒരു ഫോണിൽ വിളിക്കുക, നമ്മൾ അല്ലെങ്കിൽ ആ എവിടെയെങ്കിലും അടുത്തുള്ള വീടുകളാണെങ്കിൽ ആ വഴിക്ക് പോകുന്ന കൂട്ടത്തിൽ ആ വീട്ടിൽ കയറുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ ബന്ധം, റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനർജീവിപ്പിച്ചെടുക്കാനും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ഹസ്ബൻഡ് വൈഫൊക്കെ പിണങ്ങി പിരിഞ്ഞ് അവരവരുടെ വീട്ടിൽ ചെന്ന് മാറി നിൽക്കുക എന്ന് വിചാരിച്ചു. രണ്ടുപേരും അവരവരുടെ വീടുകളിൽ പിണങ്ങിപ്പോയി നിൽക്കുകയാണെങ്കിൽ ഒരാള് ഒരു ഫോൺ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോഴൊക്കെ ഫോൺ എടുക്കത്തില്ലായിരിക്കും. മൊബൈലിൽ വിളിക്കുന്നുണ്ടെങ്കിൽ പേരൊക്കെ കാണും, അപ്പൊ ഫോൺ എടുക്കത്തില്ല, കട്ട് ചെയ്യും, പിന്നെ ബ്ലോക്ക് ആക്കി വെക്കുക എന്നൊക്കെ പറയും. പക്ഷേ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടണം. അതാ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഫോണിൽ കൂടെ മാത്രമല്ലല്ലോ, നേരിട്ട് പോവുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാറാനുള്ള കാര്യമുള്ളൂ. ഒരു റിലേഷൻ റിവൈവിംഗ് ടൂൾ ആണ്. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ പുനർജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷനുമാണ് ഏത്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Which of the following communication is suitable for relation building, maintaining and reviving? അല്ലെങ്കിൽ which of the following communications can be treated as a relation building, maintaining and reviving tool എന്ന് ചോദിച്ചാൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നമുക്ക് അങ്ങനെ ചോദിച്ച് പറയാവുന്നതാണ്. It is a means for the establishment of an equilibrium between the self and others. നമ്മുടെ സെൽഫുമായി മറ്റുള്ളവരുടെ സെൽഫിനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ സഹായിക്കുന്നു. മനസ്സിലായോ? ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഹസ്ബൻഡ് വൈഫ്. രണ്ട് പേര് വിവാഹം കഴിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരാണ്. രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്നപ്പോൾ ആ കുടുംബത്തിന്റെ കൾച്ചറ്, ആ കുടുംബത്തിലുള്ളവരുടെ തന്നെ മൂല്യങ്ങൾ, അവരുയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, വാല്യൂസ്, പെർസ്പെക്റ്റീവ്സ്, ട്രഡീഷൻസ്, ആ വീടിന്റെ തന്നെ ട്രഡീഷൻ, കസ്റ്റം, മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ കൾച്ചർ, ആ വീടിനൊരു കൾച്ചറുണ്ട്, ആ ഗ്രാമത്തിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിനൊരു കൾച്ചറുണ്ട്. അതിനെല്ലാം അനുസരിച്ചാണ് നമ്മൾ വ്യക്തി രൂപപ്പെടുന്നത്. അങ്ങനെ രണ്ട് വ്യക്തികൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ എന്ത് വേണം? there should be equilibrium between the two selves.
രണ്ടുപേരുടെ സെൽഫുകൾ, ഈഗോ, ഇതെല്ലാം ഒന്നായി ഒരു ഇക്വിലിബ്രിയത്തിൽ ചേരണം. ഒന്ന് അനുനാദം പോലെ ചേരുന്നതായിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ ആയിരുന്നില്ല എങ്കിലാണ് എപ്പോഴും ഒരസലും കുറ്റപ്പെടുത്തലും പരിഹാസവും കുറ്റപ്പെടുത്തലും കുത്തിപ്പറച്ചിലും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തലൊക്കെ വളരെ ഫ്രീക്വന്റ് ആയി കഴിയുമ്പോഴാണ് ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പം ഒരു വ്യക്തിയുടെ സെൽഫും മറ്റൊരാളിൻ്റെതുമായി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ്? ഈ ഹസ്ബൻഡ് വൈഫ് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, പരസ്പരം തുറന്ന്. ഹസ്ബൻഡ് വൈഫിനോട് തൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നു, വൈഫ് ഹസ്ബൻഡിനോടും എല്ലാ കാര്യങ്ങളും പറയുന്നു. അത് പ്രശ്നങ്ങളോ വഴക്കുണ്ടാവാൻ സാധ്യതയോ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് പറയണം. വെട്ടി തുറന്ന് കയറി അടിക്കരുത്. വെട്ടി തുറന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സാവധാനത്തിൽ സേഫായിട്ട് നിന്ന് വലിയ പർവ്വതീകരിച്ച് വലിയ ഏതാണ്ട് കാര്യം അല്ലെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറയാതിരുന്നാൽ മതി. നമ്മുടെ അവതരണത്തിലാണ് അതിൻ്റെ ഒരു മയം എന്ന് പറയുന്നത്. നമ്മുടെ അവതരണം വളരെ പോസിറ്റീവും ക്രിയേറ്റീവുമായി ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സെറ്റിംഗ് ഫോർ സോഷ്യൽ ഇന്ററാക്ഷൻ and for getting satisfaction, happiness and peace. നമ്മുടെ ഒരു സോഷ്യൽ ഇന്ററാക്ഷന് സഹായിക്കുന്നു. അതുവഴിയായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ഹാപ്പിനെസ് കിട്ടുന്നു, പീസ്, സമാധാനം കിട്ടുന്നു. ഇതെല്ലാം വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ വിവരം പറയാതിരുന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. There should not be any communication gap between persons. So the interpersonal communication should be effective as far as possible. It should be effective. മനസ്സിലായില്ലേ? അപ്പം we should be open to others. We should be transparent to others, especially in the family, husband and wife. They should be transparent as much as they can. എത്ര കണ്ട് പറ്റുമോ അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. It's a means for attaining harmony with others. മറ്റുള്ളവരുമായിട്ട് ഹാർമണിയിലാകാൻ. ഹാർമണി എന്ന് പറഞ്ഞാൽ അനുനാദം എന്ന് പറയും, സിംഫണി എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതല്ലാത്തതിനെ നമ്മൾ ഡിസ്കോർഡ് എന്നൊക്കെ പറയും, അപസ്വരം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സ്വരത്തോട് ചേരുന്ന മറ്റ് സ്വരങ്ങളെയാണ് ഒന്നിച്ച് ചേർക്കുമ്പോഴാണ് ഈ ഹാർമണി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഒരു അനുനാദം കിട്ടും. ശ്രുതി എന്നൊക്കെ പറയത്തില്ലേ? ശ്രുതി എന്ന് പറഞ്ഞാൽ ഒരു സ്വരത്തോട്, ഷഡ്ജം എന്ന് പറയുന്ന സ്വരം, സ എന്ന് പറയുന്ന സ്വരത്തോട് പ എന്ന് പറയുന്ന പഞ്ചമം, ഷഡ്ജം എന്ന സ്വരത്തോട് പഞ്ചമം കൂടി ചേർന്ന് കഴിയുമ്പോൾ അതൊരു നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ആയിട്ട് മാറും. നന്നായിട്ട് ചേരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നോട്ട്സ് ആണ്. ആ നോട്ട്സിന് പറയുന്ന പേരാണ് ശ്രുതി എന്ന് പറയുന്നത്. കോഡ്. അതൊരു കോഡാണ്. ഒന്നിലധികം നോട്ട്സ് ഒന്നിച്ച് ചേരുമ്പോൾ പരസ്പരം നല്ല ഇത് കിട്ടുന്ന, അനുനാദം കിട്ടുന്ന ശബ്ദങ്ങൾ കൂടി ചേരുമ്പോഴാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് നോട്ട്സ് ഷഡ്ജവും പഞ്ചമവുമാണ്. പഞ്ചമം അതിന്റെ പ്രത്യേകത, ഈ സ്വരങ്ങളുടെ പ്രത്യേകത, ഒരു മിക്കവാറുമുള്ള എല്ലാ രാഗങ്ങളിലും ഈ സ്വരങ്ങൾ ഉണ്ടാവും, ഷഡ്ജവും പഞ്ചമവും. ഓക്കെ, സംഗീതം പഠിച്ചവർക്ക് അത് ഒരുവിധം കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഒരു സ്വരത്തോടു കൂടി ചേരുന്ന സ്വരങ്ങളാണ് ചേർത്ത് വായിക്കുമ്പോൾ അത് ഹാർമണിയായിട്ട് മാറുന്നത്. എന്നാൽ ചേരാത്ത സ്വരങ്ങൾ ഒരിക്കലും നമുക്ക് അനുനാദം എന്ന് പറയാൻ പറ്റൂല. അതിനെയാണ് നമ്മൾ അപസ്വരം എന്ന് പറയും. അപസ്വരം മീട്ടാൻ ഒരിക്കലും ഇടയാകരുത്. ഒരു കുടുംബത്തിൽ ഭർത്താവിന്റെ സ്വരത്തോട് ചേർന്ന് പോകുമ്പോഴാണ് അത് ഹാർമണിയായിട്ട് മാറുന്നത്. ഭാര്യയുടെ സ്വരത്തോട് ചേർന്ന് ഭർത്താവും കൂടി പോകുമ്പോഴാണ് അവിടെ ഹാർമണി ഉണ്ടാവുന്നത്. രണ്ട് സ്വരങ്ങളും പരസ്പരം ചേരാതെ ഡിസ്കോർഡുകളായിട്ട്, അപസ്വരങ്ങളായിട്ട് പോകുമ്പോഴാണ് കുടുംബത്തിൽ ഉരസലും ഒരച്ചിലും തകർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ വളരെ വ്യക്തമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ
മാരീഡ് ആയിട്ടുള്ളവരും അൺമാരീഡ് ആയിട്ടുള്ളവരും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ബന്ധങ്ങൾ വേർപിരിക്കാൻ എളുപ്പമാണ്. ബന്ധങ്ങൾ വേർപിരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ചില പിടിവാശിയും നമ്മുടെ ചില ഈഗോയും ഒക്കെ നമ്മൾ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ, എനിക്ക് ആരുടെ മുമ്പിലും തലകുനിക്കണ്ട എന്ന് തോന്നലുണ്ടാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭാവം, എന്തോ അഹന്തയുടെ ഭാവമായിരിക്കാം. ആ തോന്നലിൽ നമുക്ക് തോന്നുകയാണ് എനിക്ക് തന്നെ ജീവിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലത്, എനിക്ക് ആരുടെ ആശ്രയം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. പക്ഷെ അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോ അതൊന്നും അല്ല. നമുക്ക് എപ്പോഴും നമുക്ക് കൂട്ടിന് കിട്ടിയിട്ടുള്ള നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആയുഷ്കാലം മുഴുവനും മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ആളാണ് എന്ന് നമ്മുടെ മനസ്സിനോട് പറയുകയും മനസ്സിനെ അതിനനുസരിച്ച് പൊരുത്തപ്പെടുത്തുകയും ഒരു പ്രശ്നവും ഉണ്ടായാൽ പോലും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പെട്ടെന്ന് പരിഹരിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ റിലേഷൻ ബിൽഡിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് റിവൈവിങ് ടൂൾ ആണ്. നിങ്ങൾ സംസാരിക്കണം, എന്നോട് ക്ഷമിക്കണം ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. തെറ്റില്ലാന്ന് തോന്നിയാലും നമ്മൾ ക്ഷമ ചോദിക്കുന്നത് എപ്പോഴും ഒരു ഡിവൈനാണ്. ടു ഫോർഗിവ് ഈസ് ഡിവൈൻ എന്ന് പറയും. ടു എർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്, അത് പൊറുക്കുന്നതാണ് ദൈവികം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പൊറുക്കാനും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഒക്കെ മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, a tool for getting acceptance and recognition from others. A tool for getting acceptance and recognition from others. മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കാനും നമ്മളെ കരുതാനും നമ്മളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഈ ടൂള് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ സഹായിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ കൂടെ ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിക്കണം. നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടോ? ഞാൻ കഴിയുന്നിടത്തോളം എൻ്റെ ബന്ധുക്കളെ മാറി മാറി, കുറച്ചു നാളായെങ്കിൽ പോലും മാറി മാറി ഞാൻ വിളിക്കാറുണ്ട്. പലരെയും വിളിക്കാറുണ്ട്. ബന്ധുക്കൾ എന്ന് പറയാൻ ബന്ധം മാത്രമല്ല, അങ്ങനെയുള്ള ബന്ധം മാത്രമല്ല, സ്നേഹബന്ധമുള്ള പ്രായത്തിലുള്ളവര്, നമ്മൾ നേരത്തെ ഒരുപാട് ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ടുള്ളവര് ഇപ്പൊ വിളിക്കാതെ ഒത്തിരി നാളായി. ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 2 വർഷത്തോളമായി ഇപ്പോഴും നമ്മൾ വിളിച്ചിട്ട്. അങ്ങനെയൊക്കെയുള്ള 20 മുഴുവൻ 21 ഇപ്പൊ തുടങ്ങി. അപ്പൊ 1.5 വർഷം നമ്മൾ വിളിക്കാതെയും ബന്ധപ്പെടാതെയും ഒക്കെ ഇരുന്നെങ്കിൽ അത് വീണ്ടും നമ്മൾ അതൊന്ന് റിവൈവ് ചെയ്യാനായിട്ട് ഒരു ഫോൺ കോൾ മതി, ആ ബന്ധം ഒന്ന് റിവൈവ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾ അത്രയും കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കാം. ഓക്കെ, then functions of interpersonal communication. What are the functions? Meet our social needs. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കും. അപ്പൊ നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മളൊരു വ്യക്തിയെ വിളിക്കുകയാണ്, ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് നമുക്ക് ചില സംശയങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം നേടി. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവുണ്ട്, കുറേയേറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇവ കാര്യങ്ങളെല്ലാം അറിയാം. ഓക്കെ, വിളിച്ചപ്പോൾ സംശയം മാറി. നിങ്ങൾക്ക് പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ വന്നു, എന്ത് പഠിക്കണം? ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകളെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക. അത് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മൾ ബന്ധപ്പെടുന്നു, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ടു മീറ്റ് അവർ സോഷ്യൽ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളാണ്. അത് സോഷ്യൽ നീഡ്സ് ആകാം, സമൂഹത്തിലെ ആവശ്യങ്ങളാകാം. അത് പരിഹരിക്കാനായിട്ട് നമുക്ക് നേടാനായിട്ട് നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ടു മീറ്റ് അവർ സോഷ്യൽ നീഡ്സ്, then to maintain our sense of self. നമ്മുടെ സെൽഫിനോടുള്ള മറ്റൊരാളിന്റെ സെൽഫുമായിട്ടുള്ള താതാത്മ്യപ്പെടലാണ് ഇവിടെ പറയുന്നത്. അത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. then fulfill social obligations. സാമൂഹ്യമായ കടപ്പാടുകളാണ്. നമ്മുടെ ദൂരെയുള്ള മമ്മി, പപ്പ, ഫാദർ, മദർ, എന്നെ കേൾക്കുന്ന നിങ്ങൾ പെൺകുട്ടികൾ, വിവാഹം കഴിച്ച് അയച്ച പെൺകുട്ടികൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഹസ്ബൻഡിന്റെ ഫാദർ, മദർ അവിടെ ഉണ്ടാവും അല്ലേ? അത് നിങ്ങളുടെ ഫാദർ, മദർ തന്നെയാണ്.
അങ്ങനെ തന്നെ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ പോകുന്ന വീട്ടിൽ നിങ്ങൾക്ക് ഫാദറും മദറും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ കാണും, പ്രായമുള്ളവർ കാണും, കിടക്കയിലായവർ ഒരുപക്ഷെ ഉണ്ടാവാം, മരണം വഴിയായി മാറിപ്പോയവരും ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ how often you visit them and be in communication with them. അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പതിയും അല്ലേ. മക്കളാണെങ്കിൽ പോലും അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെ. മരിച്ചു കിടന്നാൽ പോലും ഉമ്മ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു അന്ത്യ ചുംബനം നൽകി നമുക്ക് പറഞ്ഞു വിടാൻ പലപ്പോഴും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ അങ്ങ് മാറുമെന്ന് വിചാരിക്കുക. ഇതെല്ലാം മാറും. ഈ സാഹചര്യമെല്ലാം മാറട്ടെ. അതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഫുൾഫിൽ സോഷ്യൽ ഓബ്ലിഗേഷൻസ് എന്ന് പറയും, സാമൂഹികമായ കടപ്പാടുകൾ നിറവേറ്റാൻ. അതാ ഞാൻ പറഞ്ഞത്. അമ്മയെ എപ്പോഴും പോയി കണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊക്കെ എപ്പോഴും പറ്റത്തില്ല, പക്ഷെ കഴിയണം. ഒത്തിരി നാൾ താമസിക്കരുത്. പക്ഷെ എന്നും വിളിക്കണം. എൻ്റെ മോള് എന്നെ എന്നും വിളിക്കും, എന്നെ എന്നും വിളിക്കും, വിളിച്ച് വിവരങ്ങൾ ചോദിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, 2 ആഴ്ച കൂടുമ്പോഴോ ചിലപ്പോൾ ആഴ്ച ഒരിക്കലോ അല്ലെ മാസത്തിലൊരിക്കലെങ്കിലും അവൾ വരും. വന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുതരും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് സ്നേഹവുമായിട്ട് വെച്ച് വിളമ്പി കൊടുത്ത് കഴിച്ച് ഒക്കെ പോരുന്ന ഒരു സന്തോഷം ഉണ്ടാവണം. മനസ്സിലായോ? അതെന്നെ കേൾക്കുന്ന എല്ലാ പെൺകുഞ്ഞുങ്ങളും വിവാഹിതരാണെങ്കിൽ ഇപ്പം നിങ്ങൾ അങ്ങ് ചെയ്യാം. ഇല്ലാത്തൊരു വിവാഹം കഴിച്ചൊക്കെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ, അപ്പൻ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ എല്ലാവരും, നിങ്ങൾക്കിപ്പൊ വിവാഹം കഴിക്കുന്ന വീട്ടിൽ അതുപോലെ ഒരു സെറ്റ് ആളുകളുണ്ട്. അത് ഭർത്താവിന്റെ ആളുകളായിരിക്കാം, പക്ഷെ നമ്മുടെയും കൂടെ ആണ്. തിരിച്ച് അവിടെയുള്ളതും ഭർത്താവിന്റെയും കൂടെ ബന്ധുക്കളായിട്ട് നിങ്ങൾ രണ്ടുപേരും അതുപോലെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. കാരണം എത്ര സാമൂഹ്യമായ ബന്ധങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പം സോഷ്യൽ ഓബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒന്ന് വിളിക്കുന്നത് പോലും, ഫോൺ ചെയ്യുന്നത് പോലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കണം. എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, അറിവുകൾ പകരുവാനായിട്ട്. മോള് വിളിച്ചിരുന്നു, അപ്പൊ മോൾ എന്നോട് പറഞ്ഞു അവളുടെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പാസ്സായി, ഫുൾ A+ ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഫോൺ ചെയ്ത് പറയുക. എന്നെ ഫോൺ വിളിച്ചിരുന്നു, എന്നെ വന്ന് കണ്ടു, എന്നെ ഇന്നാൾ വന്ന് കണ്ട് എന്നോട് നേരിട്ട് സംസാരിച്ചു. അത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കും. വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ആ വ്യക്തിയിൽ. എന്നെ വന്ന് കണ്ടല്ലോ എന്ന് പറയും. സോ ഗെറ്റ് ആൻഡ് ഇംപ്രൂവ് അവർ ജോബ്സ്. നമ്മുടെ ജോലികൾ, ഒരു ജോലി കിട്ടാൻ ഇന്റർവ്യൂ പോലെയുള്ള ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അതിന് പ്രൊമോഷൻ കിട്ടാൻ, അതിനെല്ലാം ഇന്റർപേഴ്സണൽ വൈവാവോസി, ഇന്റർവ്യൂ, ഇതെല്ലാം ഇതിന്റെ കൂടെ ഒരു ഭാഗമാണ്. ജോലി കിട്ടാനും ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അതിനകത്തെ മീഡിയേറ്റഡ് ആൻഡ് ഡിറക്റ്റ്, മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഡിറക്റ്റ് ആൻഡ് മീഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നേരിട്ട് സംവേദിക്കുന്നു. അതായത് an examiner conducts a vivavosi with the student is an example of direct communication. A student writes a letter to his friend എന്ന് പറഞ്ഞാലോ, ഒരു കുട്ടി അവന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതുന്നു. കത്ത് എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. കത്തിലൂടെയാണ് വിവരങ്ങൾ അറിയിക്കുന്നത്, നേരിട്ടല്ല. അപ്പൊ അതിനെ നമ്മൾ മീഡിയേറ്റഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ടു എ സ്റ്റുഡന്റോ, ഒരു ടീച്ചർ ക്ലാസ് മുറിയിൽ ഒരു കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു. അതെന്തിന് ഉദാഹരണമാണ്? ഡയറക്റ്റ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ ടീച്ചർ സെൻഡ്സ് എ മെസ്സേജ്
to the student on his birthday. കുട്ടിയുടെ ബർത്ത്ഡേയിൽ ടീച്ചർ അവനൊരു മെസ്സേജ് അയക്കുന്നു. SMS ആയിട്ടായിരിക്കും. എങ്കിൽ അതെന്താണ്? അതൊരു മീഡിയേറ്റഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ. പിന്നീട് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കാഷ്വൽ എന്നും ഫോർമൽ എന്നും നമുക്ക് തിരിക്കാം. കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ട്, ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ, ഇൻഫോർമൽ എന്ന് പറയും. എ സ്റ്റുഡന്റ് കണ്ടക്ട്സ് ഫ്രീ ടോക്സ് വിത്ത് ദിസ് ടീച്ചർ. ടീച്ചറുമായിട്ട് ഫ്രീ ടോക്സ്. അതെപ്പോഴാണ്? വെറുതെ പുറത്ത് കാണും ടീച്ചർ നിൽക്കുന്നുണ്ടെ ഒരു സ്റ്റുഡന്റ് അടുത്ത് ചെന്നിട്ട് ടീച്ചറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അപ്പൊ മോളോട് ചോദിക്കും മോനെ പഠിക്കുന്നുണ്ടോ നല്ലതായിട്ട്? അതുകൊണ്ട് ടീച്ചറെ നല്ലതായിട്ട് പഠിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇത് കിട്ടി. അപ്പൊ വീട്ടിൽ അമ്മയൊക്കെ ഇപ്പം എവിടെയാണ് ജോലി ചെയ്യുന്നത്, അമ്മയൊക്കെ ട്രാൻസ്ഫർ വല്ലതും കിട്ടിയോ, അടുത്തോട്ട് വന്നോ, ഇതൊക്കെ ടീച്ചറിന് അറിയാം. എന്നാലും ചോദിക്കുകയാണ്. ജോലി ഉണ്ടെന്ന് അറിയാം, പക്ഷെ അടുത്തെങ്ങാനും വന്നോ, ട്രാൻസ്ഫർ വല്ലതും ആകുമോ ഇപ്പോൾ ഉടനെ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊരു ഫ്രണ്ട്ലി ടോക്കാണ്. അതിനെ നമ്മൾ കാഷ്വൽ എന്ന് വിളിക്കും. എന്നാൽ എ റിസർച്ച് സ്റ്റുഡന്റ് conducts an interview with an expert is an example of എന്ന് പറഞ്ഞാൽ ഫോർമൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ, അതാണ് ഫോർമൽ എന്ന് പറയുന്നത്. ഒരു റിസർച്ച് സ്റ്റുഡന്റ് ഒരു എക്സ്പെർട്ടുമായിട്ട് ഒരു ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇന്റർവ്യൂ നടത്തിയാൽ അതിനെ ഫോർമൽ എന്നാണ് വിളിക്കുന്നത്. എ ഫ്രീ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടുകാര് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ്. അത് കാഷ്വൽ interpersonal communication. A company arranges an interview to the candidate with an examiner. ഒരു കമ്പനി അവിടെ അപ്പോയിന്റ്മെന്റിന് വിളിച്ച ആപ്ലിക്കൻസിനെ ഒരു എക്സാമിനറുമായിട്ട് വിളിച്ചിരുത്തി ഒന്നിച്ച് വൈവാവോസി നടത്തിക്കുന്നു. വൈവാവോസി അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയാം. ഇന്റർവ്യൂ നടത്തിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോർമൽ എന്ന് പറയുന്നു. ഫോർമൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കാം. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് it can be spontaneous or planned എന്ന് പറയും. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി കമ്മിങ് എന്നാണ്. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് നമ്മൾ പറയുന്ന ചില വാക്കുകൾ, ഹലോ, ഹായ് ഡാഡി, there comes the bus, here he comes, ആണ്ട വരുന്നു, ദേണ്ടിവൻ വരുന്നു, ഇവിടെ ആണ്ട വന്നല്ലോ, ഹലോ ഹലോ മോൻ, ഹൗ ആർ യു ഒക്കെ ചോദിച്ചു. നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരാളിനെ കാണുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആ സന്തോഷം കൊണ്ട്, ആവേശം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെയാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. എന്നാൽ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് നേരത്തെ ആലോചിച്ചൊക്കെ പറയുന്നതാണ്. എ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ടോക്സ് ടു ദ ഹൗസ് വൈഫ് അബൌട്ട് ഹിസ് കമ്പനീസ് പ്രോഡക്ട്സ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഒരു ഹൗസ് വൈഫിനോട് തന്റെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? അത് പ്ലാൻഡ് ആണ്. അവർ വളരെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ച് ഒരു ബ്രോഷറ ലഘുലേഖയൊക്കെ അവന്റെ കൈ കാണും. അതൊക്കെ ഹൗസ് വൈഫിന് കൊടുത്ത് ഡോർ ടു ഡോർ ഡെലിവറി നടത്തുന്ന ആളാണ്. അത് നേരിട്ട് ഹൗസ് വൈഫുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്ലാൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് തന്നെയാണല്ലോ എ ടീച്ചർ കണ്ടക്ട്സ് എ വൈവാവോസി വിത്ത് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാലോ അത് പ്ലാൻഡ് ആണ്. അത് പ്ലാൻഡ് ആണ്. an examiner conducts a vivavosi with the candidate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആണ്, അതേ സമയത്ത് തന്നെ പ്ലാൻഡും ആണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വരും. എക്സാമ്പിൾ ചോദിച്ചാൽ അത് വരും, അത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതാണ്. ദീസ് എക്സാമ്പിൾസ് ആർ ഓവർലാപ്പിംഗ് ടു ഡിഫറെന്റ് ടൈപ്സ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സാമ്പിൾസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ factors affecting interpersonal communication. Factors affecting interpersonal communication. There are 4 important factors: attitudes, beliefs, values and perceptions. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, രണ്ട് വ്യക്തികളുടെ മനോഭാവം, അവരുടെ വിശ്വാസങ്ങൾ ബിലീഫ്സ്, അവർ ഫോളോ ചെയ്യുന്ന മൂല്യങ്ങൾ വാല്യൂസ്, അവരുടെ വീക്ഷണങ്ങൾ പെർസെപ്ഷൻസ്. ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, വാല്യൂസ്, പെർസെപ്ഷൻസ്. ഈ 4ഉം വളരെ വളരെ സഹായിക്കുന്നുണ്ട്. ഈ 4ന്റെയും ഡിഫറൻസസും ഉണ്ട്, സിമിലാരിറ്റീസും ഉണ്ട്. സിമിലാരിറ്റീസ്
അതായത് രണ്ട് വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡുകൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല എൻ്റെ വൈഫിൻ്റെ ആറ്റിറ്റ്യൂഡ് പല കാര്യങ്ങളിലും. ഒരു പക്ഷേ ചേർച്ചയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് ഒരുപോലെയുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. അതാണ് സിമിലാരിറ്റീസ് നമ്മൾ പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ട്, ഡിഫറൻസസ്. പക്ഷെ ആ ഡിഫറൻസസിനെ പെരുപ്പിച്ച് നമ്മൾ വലിയ പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകരുത്. അവിടെയും ഒരു സിമിലാരിറ്റീസ് കാണാൻ നമുക്ക് കഴിയണം. ബിലീഫ്സിൽ സിമിലാരിറ്റി ഉണ്ട്, പെർസെപ്ഷനിൽ സിമിലാരിറ്റി ഉണ്ട്, വാല്യൂസിൽ സിമിലാരിറ്റി ഉണ്ട്. ഈ സിമിലാരിറ്റി, if we consider all the similarities, even though there are some differences, forget about the differences. അവിടെ പലതിനെ അങ്ങോട്ട് ഡിഫറൻസസിനെ തൽക്കാലം ഒന്ന് മറന്നിട്ട് ഈ സിമിലാരിറ്റി, take into account all the similarities. If you consider similarities, it will lead to increased interaction. ആ താഴേക്ക് നോക്കി, ആ ഫിഗർ ഒന്ന് നോക്കി. It will lead to increased interaction. എന്നാൽ on the contrary, if you consider the differences alone, that will lead to increased conflict. ഇവിടെയാണ് നിങ്ങൾ നന്നായിട്ട് ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കണം. ഇത് എക്സാമിന് വേണ്ടി എന്ന് പറഞ്ഞ് പഠിക്കരുത്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കുക. Our attitudes, beliefs, values and perceptions towards others and vice versa affect the starting, development and continuation of interpersonal communication. അപ്പൊ നമ്മൾ ഡിഫറൻസസ് കാണാൻ ശ്രമിച്ചാൽ അത് ഇൻക്രീസ്ഡ് കോൺഫ്ലിക്റ്റിലെത്തും. സിമിലാരിറ്റീസ് കാണാൻ ശ്രമിച്ചാൽ അത് ഇൻക്രീസ്ഡ് ഇന്ററാക്ഷൻ ആയിട്ട് വരും, ഒരുപാട് പരസ്പര ചേർച്ചയായിട്ട് വരും. പങ്കാളിയെ സ്നേഹിക്കാൻ നമുക്കിടയാകും, സ്നേഹിക്കാനും കരുതാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇടയാകും. നേരെ മറിച്ച് നമ്മൾ ഡിഫറൻസസ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് എപ്പോഴും ഇൻക്രീസ്ഡ് കോൺഫ്ലിക്റ്റ് മാത്രമായിരിക്കും. പരസ്പരം കുറ്റപ്പെടുത്തലും കുത്തുവാക്ക് പറച്ചിലും പരിഹസിക്കലും മാത്രമായിട്ട് അത് മാറും. ഇൻ ബോത്ത് വേസ് ദർ ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കമ്മ്യൂണിക്കേഷൻ വിദഗ്ധർ പറയുന്നത്. അത് ശരിയാണ്, രണ്ടു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. സിമിലാരിറ്റീസിൽ കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് മാത്രമേ അറിയുള്ളൂ കേട്ടോ. എന്നാൽ ഡിഫറൻസസിൽ കൂടിയുള്ള ഒരു ഇൻക്രീസ്ഡ് കോൺഫ്ലിക്റ്റിൽ കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് അയൽവക്കക്കാരോട് അറിയും, അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ കേൾക്കാമല്ലോ, പൊട്ടിത്തെറിയും കുടച്ചക്രവും കമ്പിത്തിരിയും ഒക്കെ വീടിനകത്തുനിന്ന് കയറി വരുന്നത് കാണാം. അങ്ങനെ വരുമ്പോൾ കുറെ പഴന്തുണിയും പാത്രങ്ങളും ഒക്കെ പുറത്തേക്ക് പറന്നു വരുന്ന കാണാം. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഭാര്യയും കൂടെ വന്നെന്നിരിക്കും. പിന്നെ ഭാര്യയ്ക്ക് നല്ല കഴിവുള്ള വീട്ടിലാണെങ്കിൽ ഭർത്താവും കൂടെ ചിലപ്പം പുറത്തേക്ക് തെറിച്ചു വന്ന് വീണെന്നിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. യു നീഡ് ടു ഓൾവേസ് റിമെമ്പർ that two persons are in communication based on the nature of the attitudes, beliefs, values and perceptions. ഈ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ബലവത്താക്കുന്നത്. Make the communication strong. These 4 factors make the communication strong. So if you find similarities, it will lead to increased interaction and an effective interpersonal communication. അങ്ങനെ ഒരു കുടുംബം കഴിയാൻ ശ്രമിച്ചാൽ അത് നല്ല ഉത്തമമായ ഒരു കുടുംബമായിരിക്കും. അയൽവക്കക്കാർക്കോ മറ്റ് ദോഷൈക ദൃക്കുകൾക്കോ ഒരിക്കലും ആ കുടുംബത്തെ തകർക്കാൻ സാധിക്കത്തുമില്ല. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ഡിഫറൻസസ് പറയുക, അയൽവക്കത്ത് ചെന്ന് ഭർത്താവിന്റെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി ഭാര്യയുടെ കുറ്റം പറയുക, എന്ത് നാണം കെട്ട പരിപാടിയാണ് അല്ലേ? നാണം കേടാണ്. സ്വന്തം പങ്കാളിയുടെ കുറ്റം ഒരിക്കലും, കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആ കുറ്റത്തെ ആ ഡിഫറൻസസ് ആയിരിക്കും, അല്ലെ ചെറിയ കുറ്റങ്ങളായിരിക്കും, കുറവുകളായിരിക്കും, അതിനെ അങ്ങനെ കണ്ടാൽ മതി. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് എന്ന് കണ്ടു കഴിയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ പങ്കാളിയുടെ കുറവുകൾ, അതിനേക്കാൾ എത്രയോ വലിയ കുറവ് എനിക്കുണ്ട് എന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ അവിടെയാണ് ഒരു ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം വരുന്നത്. നമ്മൾ സ്വയം ഇരുന്ന് വിലയിരുത്തണം, എൻ്റെ പങ്കാളിയേക്കാൾ എത്രയോ വലിയ കുറ്റവും കുറവുകളും എനിക്കുണ്ട്, ഞാൻ പിന്നെന്തിനാണ് അദ്ദേഹത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത്, അല്ലെ ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഞാൻ നടക്കുന്നത്? ആദ്യം ഞാൻ എൻ്റെ, ബൈബിളിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, സ്വന്തം കണ്ണിലെ കോൽ
സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുവാൻ നീ എന്തിന് വ്യഗ്രതപ്പെടുന്നു? ആദ്യം നിന്റെ കണ്ണിലെ കോൽ എടുത്തു കളയുക. അപ്പോൾ നിനക്ക് വളരെ വെടിപ്പായിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാമല്ലോ എന്നാണ് ജീസസ് പറഞ്ഞ വാക്കാണിത്. ജീസസ് പറഞ്ഞ വാക്ക് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നീ സ്വന്തം കണ്ണിൽ കോൽ വെച്ചിട്ട് സഹോദരനോട് പറയാണ്, സഹോദര നിന്റെ ആ കണ്ണിലെ കരടൊന്ന് എടുത്തു കളയട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അത് വലിയ ദുഷ്ടതയും ചതിയും വഞ്ചനയും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റൊരുത്തനിലെ ഒരു ചെറിയ കുറവ് കണ്ടപ്പോൾ അവനെ തിരുത്താൻ ചെല്ലുകയാണെന്ന് പറയുന്ന ഒരു ഉദാഹരണം, ഒരു ഉപമയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, ഇതിന്റെ ഒരു കമ്പാരിസണൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ടു തരം കമ്മ്യൂണിക്കേഷൻ ഞാനിപ്പോ പറഞ്ഞു തന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും എന്തൊക്കെയാണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സംതിങ് ഇൻവോൾവിംഗ് റിലേഷൻസ് ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്, ബിറ്റ്വീൻ ടു പേഴ്സൺസ്. ബന്ധങ്ങൾ, രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Whereas intrapersonal communication refers to something occurring within the individual mind or self. ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അവന്റെ മനസ്സിൽ അല്ലെ അവന്റെ സെൽഫിൽ ഒതുങ്ങുന്നതാണ്, സംഭവിക്കുന്നതാണ് intrapersonal. There are two or more parties involved in interpersonal communication. ഇവിടെ two or more എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിക്കോണം. രണ്ട് എന്ന് പറയുന്നത് ഒരു സമയത്ത് രണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഒരു സമയത്ത് രണ്ട്. ഇപ്പൊ 4-5 പേര് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ഓരോരുത്തരോടായിട്ട് സംവേദിക്കുമ്പോൾ അതിനെ നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നേ വിളിക്കുകയുള്ളൂ. അതേസമയം 1-5 പേരോട് സംവേദിക്കുകയാണെങ്കിൽ അതിനെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയും. അപ്പൊ ചില സമയത്ത് 2 എന്ന് പറയാനും ചിലപ്പോൾ 2 or more എന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു വ്യക്തിഗതം, ഒരു പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് ആണ് അവിടെ. എന്നാൽ അവിടെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ there are no external parties involved. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരും തന്നെ ഇവിടെ ഇൻവോൾവ് ആകുന്നില്ല, ഒരു വ്യക്തി തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. Then there are varied reason for people to engage in interpersonal communication. Interpersonal communication ആകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പം ജോലിക്ക് വേണ്ടി പോയി ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കാം, കൂടുതൽ പഠിക്കാൻ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റു കടയിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻ വാങ്ങാൻ പോയി. അപ്പൊ അവിടെ നിന്ന ആളിനുമായിട്ട് നമ്മൾ സംസാരിച്ചു. പല പ്രാവശ്യം വാങ്ങാൻ പോയപ്പോൾ നമ്മൾ പരിചയത്തിലായി, ബന്ധത്തിലായി, സംസാരിക്കുന്നു, അടുപ്പമായി, അവിടെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് വേരിയഡ് റീസൺസ് ഉണ്ടാകുന്ന ഒരു കേസാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഇൻട്രാപേഴ്സണൽ മേ ഇൻവോൾവ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓർ ഈവൻ എ റെസ്പോൺസ് ടു ലോൺലിനെസ്. തൻ്റെ ഏകാന്തതയ്ക്ക് ഒരു റെസ്പോൺസ് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു വ്യക്തി അവിടെ വരുന്നില്ല. There is feedback from the parties involved. മറ്റു വ്യക്തികൾ, അവിടെ റിസീവറുടെ ഫീഡ്ബാക്ക് അവിടെ ഉണ്ടാവും. നമ്മൾ ആരോടാണോ സംവേദിക്കുന്നത് ആ ആളിൽ നിന്ന് മറുപടി നമുക്ക് ഇങ്ങോട്ട് കിട്ടും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ. എന്നാൽ ഇൻട്രാപേഴ്സണൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സെൽഫ് ഫീഡ്ബാക്ക് ആണ്. There is only individual self feedback. സ്വയം നമ്മൾ തന്നെ നമ്മളോട് കൊടുക്കുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദ്യവും നമ്മൾ തന്നെ പറയുന്നു, ഉത്തരവും നമ്മൾ തന്നെ തരേണ്ടി വരും. അപ്പൊ സെൽഫ് ഫീഡ്ബാക്ക് ആണ്. ഇതാണ് ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും തമ്മിലുള്ള മേജറായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഇവിടെ നമ്മളൊന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാനിപ്പോൾ പ്രസന്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളിൽ വീണ്ടും ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ടേമോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സിലോട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാനത് വീണ്ടും ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഏതെങ്കിലും ഫൗസിയ, മനുജ, സുജ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?
ഇല്ലെങ്കിൽ ക്ലിയർ ആണെന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാം. ഡോക്ടർ ശാലിനി, താങ്ക് യു സോ മച്ച്. ക്ലിയർ സർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. മനുജ, ക്ലിയർ. വളരെ സന്തോഷം. നമ്മൾ ഇനി ഒന്നുകൂടെ ക്ലിയർ ആവണം കേട്ടോ. ഡോക്ടർ ശുഭ ക്ലിയർ, സുജ ക്ലിയർ. ഓക്കെ, നമുക്കിനിയും എക്സസൈസോടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും കേട്ടോ. ഞാൻ ചില ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ. നമ്മുടെ സ്വകാര്യ സ്വത്തായിട്ട് സൂക്ഷിച്ചു വെച്ചോണം. നമ്മളൊരു കുടുംബസ്ഥയാണെങ്കിൽ, പെൺകുട്ടികളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. കുടുംബസ്ഥയാണെങ്കിൽ നമ്മുടെ കുടുംബം ഒരിക്കലും ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അശ്രദ്ധമായി നമ്മൾ അതൊന്ന് താഴേക്കിടാൻ ഇട്ടുപോയാൽ, നമ്മുടെ കയ്യിൽ നിന്ന് അത് താഴേക്കൊന്ന് ഇട്ടുപോയാൽ അത് പൊട്ടി ചില്ലിച്ചെതറിപ്പോവും. പിന്നെ ഒരിക്കലും നമുക്ക് ആ ചില്ലുകളെല്ലാം കൂടെ ചേർത്ത് വിളക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? റോസ്മരിയ ഓക്കെ എന്ന് പറഞ്ഞു കേട്ടോ. വളരെ കറക്റ്റ് ആണല്ലേ? വളരെ കറക്റ്റ് ആണ്. നമുക്ക് ഈശ്വരൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു പളുങ്ക് പാത്രമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അത് താഴെ വീണ് പൊട്ടിപ്പോകാൻ ഇടയാകരുത്. പൊട്ടിയാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു വിളക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനൊന്നും പോകത്തില്ല. എത്ര പൊട്ടിപ്പോയാലും അതെല്ലാം കൂടെ തിരിച്ച് എടുത്തു കൊണ്ടുവന്ന് പശ വെച്ച് ഒട്ടിച്ചൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. ഇപ്പൊ അങ്ങനൊന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പൊ യൂസ് ആൻഡ് ത്രോയുടെ കാലമാണ്. നീ പോയാൽ നിന്നെക്കാട്ടി 9 എണ്ണത്തിന് എനിക്ക് കിട്ടുമെന്നൊക്കെ മനസ്സ് പറയും. പക്ഷേ 9 പോയിട്ട് ഒരെണ്ണം പോലും ഇതുപോലെ നല്ല ഒരെണ്ണത്തിനെ പോലും നമുക്ക് കിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും കാവ്യ, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന നല്ല മക്കളായിട്ട് കൂടെ മാറണം. നെറ്റിന് വേണ്ടി പഠിക്കുക മാത്രം പോരാ, നമ്മൾ കുടുംബസ്ഥരുമാണ്. തീർച്ചയായിട്ടും നല്ല കുടുംബം പടുത്തുയർത്തുന്നവർക്കാണ് നല്ല അധ്യാപകരാകാനുള്ള യോഗ്യതയുള്ളത്. A good teacher should always lead an ideal and imitable family. അത് എപ്പോഴും ഓർത്തിരിക്കണം. An ideal teacher should always be role model to our students. നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡൽ ആയിരിക്കണം. അവിടെ യാതൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാം, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ചെറിയതൊക്കെ ആകാം. പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞ പോലെ ഇത് താഴെയിട്ട് ഉടയ്ക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും എത്തുവാൻ പാടില്ല. അതിനൊക്കെ നിങ്ങൾക്കിടയാകട്ടെ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഞാൻ പറഞ്ഞു തരാം. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ട്രൈ ടു ടേക്ക് ലൈഫ് മെമ്പർഷിപ്പ് ഇൻ അറ്റ്ലീസ്റ്റ് 1 പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കേട്ടോ. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനിലെങ്കിലും നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇപ്പോഴുടനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ കോളേജിലേക്കൊക്കെ നിങ്ങൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നെറ്റൊക്കെ പാസ്സായി എലിജിബിൾ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ പേപ്പർ പബ്ലിക്കേഷൻസ് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെന്ന് തോന്നുന്നു. 10 പേപ്പറാണ് നമുക്ക് ഒരു പേപ്പറിന് 1 മാർക്ക് വെച്ച്. അത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ജേർണലിൽ, അത് ISSN നമ്പരോ ISBN നമ്പരോ ഉള്ള പബ്ലിക്കേഷൻസിൽ UGCയും യൂണിവേഴ്സിറ്റിയും ഒക്കെ അംഗീകരിച്ച ജേർണലുകളിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം പേപ്പറുകൾ. അത് ആദ്യമായിട്ട് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളുടെ PGയുടെ ഒക്കെ ഡിസർട്ടേഷൻ ഉണ്ടാവും. PGക്ക് നിങ്ങൾ തീസിസ് പോലെ ചെയ്തിട്ടുണ്ടാവും. ആ തീസിസിന്റെ ഒരു ഓക്കെ ശാലിനി പ്ലീസ് ആസ്ക്, ചോദിച്ചോളൂ, ഒരു സംശയം ചോദിച്ചോളൂ. സർ, നമ്മള് ഈ മെമ്പർഷിപ്പ് എന്ന് സാർ പറഞ്ഞല്ലോ, അത് നമ്മളുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണോ? എന്താ സാർ അതിന്റെ ലൈഫ് മെമ്പർഷിപ്പ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ അത് എഴുതിയിട്ടുണ്ടല്ലോ. ടേക്ക് ലൈഫ് മെമ്പർഷിപ്പ് ഇൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. ഇയർലി മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് പിന്നെയും അത് ഓരോ വർഷവും പുതുക്കേണ്ടി വരും. അതിനും 10-500 രൂപയൊക്കെ പുതുക്കേണ്ടി വരും. നമ്മള് അതിനകത്ത് എമൗണ്ട് പേയബിൾ അങ്ങനെ എമൗണ്ട് വേണം. എമൗണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 1000 rupees എങ്കിലും ആവും. അതിന്റെ ക്രൈറ്റീരിയ എന്താണ് സർ? അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ സബ്ജക്റ്റിനായിട്ടുള്ള ഈ പറഞ്ഞ ഇന്റർനാഷണൽ നാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷന് അതിന്റെ ഒരു ഗ്രാജുവേഷൻ ആണ് മിനിമം അവർ പറയുന്നത്. പക്ഷെ നിങ്ങളെല്ലാം PG എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഫുള്ളി എലിജിബിൾ ആണ് അതിന്.
പിന്നെ നിങ്ങൾ അതിനെ തുടർന്ന് ആ സബ്ജക്റ്റിൽ റിസർച്ചോ ഒക്കെ ചെയ്യുകയാണെങ്കിലും പിന്നെ ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അവര് പ്രോജക്റ്റുകളൊക്കെ അവര് സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. അവർ അങ്ങനെ സ്പോൺസർ ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഒരു പ്രിഫറൻസ് കിട്ടും. പ്രോജക്റ്റ് ഇപ്പം കെ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ തന്നെ സെയിം നാഷണൽ ഉണ്ട്, നാഷണൽ എക്കണോമിക്സ് അസോസിയേഷൻ NEA എന്ന് പറയും. പിന്നെ ബിസിനസ് എക്കണോമിക്സിനുണ്ട് നാഷണൽ അസോസിയേഷൻ ഫോർ ബിസിനസ് എക്കണോമിക്സ് NABE എന്ന് പറയും. പിന്നെ SPE എന്ന് പറയും, സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ ഇക്കോണമിസ്റ്റ്. പ്രൊഫഷണൽ ഇക്കോണമിസ്റ്റിന്റെ ഒരു സൊസൈറ്റി SPE എന്നാണ് അതിന് പറയുന്നത്. ഈ സംഘടനകളൊക്കെ തന്നെ അവര് ജേണൽ പബ്ലിഷ് ചെയ്യുന്നവരുണ്ടാവും, സ്വന്തമായിട്ട് അവർ പ്രോജക്റ്റുകൾ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. അതിന്റെ എമൗണ്ട് സ്പോൺസർ ചെയ്യും അവര്. 1 ലക്ഷം രൂപയൊക്കെ ചെറിയ പ്രോജക്റ്റുകൾക്ക് പോലും, മൈനർ റിസർച്ച് പ്രോജക്റ്റുകൾക്ക് പോലും ചിലപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ നമുക്ക് തരും. അന്ന് നമ്മൾ അതിനകത്ത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്താൽ നമുക്ക് ഒത്തിരി പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാം കേട്ടോ. കുറെ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാം, ആ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ആ സംഘടനയുടെ മെമ്പർഷിപ്പ് ഒരു ഡിറ്റേറ്റ് ഉണ്ടാവും. ഇന്റർവ്യൂവിൽ നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോൾ മെമ്പർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് പരിഗണിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മിയർ നെറ്റ് പാസ്സായി മാത്രം മാറുക എന്നുള്ള ഉദ്ദേശമല്ല. നെറ്റിൽ നിന്ന് 4 ഡോക്ടറേറ്റ് ഹോൾഡർ, സോറി 2 ഡോക്ടറേറ്റ് ഹോൾഡർ, ഡോക്ടർ രമ്യ ആൻഡ് ഡോക്ടർ ശാലിനി. എനിക്ക് വളരെ സന്തോഷം ഇത് ചെയ്യുന്നു, ഇതിനകത്ത് വീണ്ടും പങ്കെടുത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത് പറഞ്ഞു. ഇംഗ്ലീഷിലാണെങ്കിൽ കുറേ സംഘടനകളുണ്ട്. ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, NCTE, AESI, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്നോ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ ആയിരിക്കും അതിന്റെ കേട്ടോ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. അതിന്റെ അതാത് സബ്ജക്റ്റുകാര്, മ്യൂസിക് ഉള്ളവര്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, റൂറൽ സോഷ്യോളജിക്കൽ സൊസൈറ്റി, അതാണ് RSS എന്ന് പറയുന്നത്. RSS മറ്റേ സംഘടനയല്ല, ഇത് റൂറൽ സോഷ്യോളജിക്കൽ സൊസൈറ്റി. പിന്നെ ആഗോള സംഘടനയുണ്ട്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ദ സോഷ്യോളജി ഓഫ് റിലീജിയൻ. പിന്നൊരു ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ ISA എന്ന് പറയും. സോഷ്യോളജി PG ഒക്കെ ഉള്ളവർ ആ സംഘടനയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ അസറ്റാണ് അത് കേട്ടോ. കോളേജിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അവരുടെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസസ് വരും കേട്ടോ. ഡോക്ടർ ശുഭ ഉണ്ട് അല്ലേ? ഓക്കെ, ശുഭ എന്ത് ചെയ്യുന്നിട്ട് ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ഹലോ ഡോക്ടർ ശുഭ, വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഡോക്ടർ ശുഭ നാരായണൻ, താങ്ക് യു സോ മച്ച്, വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിങ്ങൾ ലൈഫ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അവര് നടത്തുന്ന ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ നിങ്ങൾക്ക് പേപ്പർ ഇൻവൈറ്റ് ചെയ്യും. ലൈഫ് മെമ്പേഴ്സ് ആണെങ്കിൽ അതിന് പ്രിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്തും അങ്ങനെ എഴുതിയല്ല, നല്ല സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഒരു പേപ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളെ അവിടേക്ക് വിളിക്കും. ജർമ്മനിയിലോ ജപ്പാനിലോ സിംഗപ്പൂരിലൊക്കെ വെച്ച് നടക്കുന്ന കോൺഫറൻസുകളിൽ നമ്മളെ വിളിക്കുകയും നമ്മൾ അവിടെ ചെന്ന് പേപ്പർ പ്രസന്റ് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ ഒരുപാട് നമ്മുടെ പ്രൊമോഷനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്, മെമ്പർഷിപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഫോർമാലിറ്റി എങ്ങനെയാണ്? ഇതിന്റെ മെമ്പർഷിപ്പിന് മിക്കവാറും അവർക്കെല്ലാം വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഈ പറഞ്ഞത് അടിച്ചു കൊടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സൈറ്റ് അഡ്രസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് കയറാം, ആ ഫയൽ ഓപ്പൺ ചെയ്ത് സൈറ്റിലേക്ക് പോകാം. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. ആ മെമ്പർഷിപ്പ് ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട്
അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനകത്ത് മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മൾ സാധാരണ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കുന്നത് പോലെ നമുക്ക് മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാം. മിക്കവാറും അസോസിയേഷനൊക്കെ 1000 രൂപയൊക്കെയാണ്. കൊമേഴ്സിന് ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് സുജ, ഞാൻ ഇനിയും വരുമ്പോൾ ഞാനത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, കൊമേഴ്സിന്റെ അല്ലെങ്കിൽ നെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് എന്നൊന്ന് കൊടുത്തു നോക്കുക തൽക്കാലം. അപ്പൊ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് മാറി മാറി പല പേരുകൾ വരും. അപ്പൊ എങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കണ്ടുപിടിക്കാം. നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. കൊമേഴ്സിനോട് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് കേട്ടോ സുജ. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കൊമേഴ്സ് ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് അന്നേരം വന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, വളരെ സന്തോഷമുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ, നിങ്ങൾ BEd ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ MEdന് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ MEdനേക്ക് പോകാം. ഇല്ലാത്തവർക്ക് MA എഡ്യൂക്കേഷൻ ഞാനൊരു കോഴ്സ് പറഞ്ഞു തന്നായിരുന്നു, MA എഡ്യൂക്കേഷൻ. ആ MA എഡ്യൂക്കേഷൻ പഠിക്കാമെങ്കിൽ ഇഗ്നോയിലുണ്ട്. നിങ്ങൾ റെഗുലർ കോഴ്സിന് പോകണ്ട, ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാ മതി. മലയാളത്തിന് കൂടി നോക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. കൊമേഴ്സ് ആൻഡ് മലയാളം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കയറിയിട്ട് ഈ മെമ്പർഷിപ്പ് ഫോം ഡൗൺലോഡ് ചെയ്യുക, ഫീ അടയ്ക്കുക, എന്നിട്ട് അത് സബ്മിറ്റും കൊടുക്കുക. അപ്പൊ നമുക്ക് മെമ്പർഷിപ്പ് ആയിട്ട് വരും. നമ്മുടെ മെയിലിൽ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് മെമ്പർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വരും. അത് നമ്മളൊരു പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. നിങ്ങൾ മെയിലിൽ വരുന്നതൊക്കെ ഒരു DTP സെന്ററിൽ തന്നെ നല്ല കട്ടി പേപ്പറിൽ പിന്നെ കളർ പ്രിന്റിങ്ങിൽ അവർ എടുത്തു തരും. കമ്പ്യൂട്ടറിൽ നല്ല കളർ പ്രിന്റിൽ എടുത്തു തരും. അതിന് 10-20 രൂപയൊക്കെ കൊടുത്താൽ മതി. ഇപ്പൊ അതൊന്നും ചീപ്പ് റേറ്റ് ആണ്. നമ്മൾ എടുത്താൽ വീട്ടിൽ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നല്ലൊരു DTP സെന്ററിൽ നല്ല കട്ടി പേപ്പറിൽ തന്നെ ഒരു പ്രിന്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ അവർ A4 സൈസിൽ പ്രിന്റ് എടുത്ത് തരും. കളർ പ്രിന്റ് തന്നെ എടുത്തു തരും. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്കത് സൂക്ഷിക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ളത് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇവര് തന്നെ നല്ല ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടത്തുമ്പോൾ നമ്മളെ പേപ്പർ ഇൻവൈറ്റ് ചെയ്യും. അവിടെ പോയി പേപ്പർ പ്രസന്റ് ചെയ്യാം. അത് അവർ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അവർക്ക് തന്നെ ജേർണലൊക്കെ ഉണ്ടാവും, പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത്, നമ്മുടെ സബ്ജക്റ്റിന്റെ ഒരു സംഘടനയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒത്തിരി നല്ലതാണ് എന്നുള്ള ഓർപ്പിക്കുകയാണ്. എഡ്യൂക്കേഷനിലെ അത് CTEF എന്നൊരു സംഘടനയുണ്ട്, EIREO എന്നൊരു സംഘടനയുണ്ട്, CEAM എന്നൊരു സംഘടനയുണ്ട്, AIAER എന്നൊരു സംഘടനയുണ്ട്, SIRA എന്നൊരു സംഘടനയുണ്ട്. CTEF എന്നൊരു സംഘടന കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്നാണ്. അത് കേരള ചാപ്റ്ററും ഉണ്ട്, അതിന് നാഷണൽ ബോഡി ഉണ്ട്, അതിന്റെ ലൈഫ് മെമ്പറാണ് ഞാൻ. EIREO എന്നൊരു സംഘടനയുണ്ട്, അസോസിയേഷൻ ഫോർ ഇന്റർനാഷണൽ റിസർച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നൊരു സംഘടനയാണ്. അതിന്റെ ഒരു ഗ്ലോബൽ കമ്മിറ്റി മെമ്പറാണ് ഞാൻ, ഒരു റീജിയണൽ പ്രസിഡന്റുമാണ്. CEAM എന്ന് പറഞ്ഞ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നാണ്. അതൊരു നാഷണൽ സംഘടനയാണ്. അതിനകത്ത് മെമ്പറാണ്, ലൈഫ് മെമ്പറാണ്. ദെൻ AIAER എന്ന് പറയുന്ന ഒരു നാഷണൽ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നാണ്. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ്. അതിന് നല്ലൊരു UGC അപ്രൂവ്ഡ് ജേർണൽ ഇറക്കുന്ന ഒരു സംഘടനയാണ് AIAER എന്ന് പറയുന്നത്. പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അതിലെ ലൈഫ് മെമ്പറാണ്. സിറ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, സൊസൈറ്റി ഫോർ ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് എന്നോ അങ്ങനെ കണ്ടാണ്. സിറ എന്നൊരാണ്. അത് കേരള ബേസ്ഡ് ആയിട്ട് ഫോം ചെയ്ത ഒരു സംഘടനയാണ്. പക്ഷെ അത് നാഷണൽ ബോഡി ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഒരു നല്ല പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടത്തുള്ള അക്കാഡമിക് സ്റ്റാഫ് കോളേജുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഇപ്പോൾ 3 ബുക്കുകൾ അവർ പബ്ലിഷ് ചെയ്തു. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ബുക്കാണ് അത്. പിന്നെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ആണ് ശരിക്കും. അവിടുത്തെ ഡയറക്ടറാണ് അതിന്റെ എഡിറ്ററിൽ ഒരാളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ്, ബുക്ക് പബ്ലിക്കേഷനാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ സംഘടനകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാനും നിങ്ങളുടെ തന്നെ സബ്ജക്റ്റിലുള്ള സംഘടനകൾ ഒന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അറ്റൻഡ് സെമിനാർസ്. ഞാൻ ഇനി ഇടയ്ക്ക് അത് പറയും, പക്ഷെ ഇപ്പോഴ്
ഇനി അങ്ങോട്ട് ഒത്തിരി സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതങ്ങ് കവറപ്പ് ചെയ്യുകയാണ്. അറ്റൻഡ് സെമിനാർസ്. എവിടെ സെമിനാറുകൾ? ഇപ്പൊ വെബിനാറാണ്. നിങ്ങൾക്ക് പലയിടത്തും അതിന്റെ ഗ്രൂപ്പിൽ അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടും. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെത് വെച്ചുള്ള വെബിനാർ വേറെയുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എനിക്ക് ഗ്രൂപ്പിലൊക്കെ കിട്ടുന്നത്. അല്ലാതുള്ളതും കുറച്ചൊക്കെ എനിക്ക് വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള സെമിനാറുകളിൽ പിന്നെ പങ്കെടുക്കണം. വെബിനാറായിട്ട് പങ്കെടുത്താൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ഇപ്പൊ കിട്ടും. ഫ്രീ ആണ്. ഇപ്പൊ ഒരു പിന്നെ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ഫീ പോലും ഇപ്പൊ കൊടുക്കണ്ട. അതിന് രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. സർട്ടിഫിക്കറ്റ് നമ്മൾ മെയിലിൽ വരും കേട്ടോ. ഞങ്ങൾ കോളേജിൽ ഇപ്പൊ എംഎഡിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് 15 ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ വെബിനാറുകൾ നടത്തി കഴിഞ്ഞു. 15 എണ്ണം വിതിൻ ദ ടൈം ഓഫ് 2.5 months. 2.5 മാസം സമയം കൊണ്ട് ഞങ്ങള് 15 വെബിനാർ സീരീസ് ആയിരുന്നു. അത് ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുക്കുകയും ഒത്തിരി സന്തോഷം പറയുകയും അപ്രീസിയേഷൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. വെബിനാറുകളിൽ പേപ്പർ പ്രസന്റ് ചെയ്യാനുള്ള അവസരം എടുക്കണം. റിസർച്ച് കണ്ടക്ട് ചെയ്യണം, റിസർച്ച് നടത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ PhD ചെയ്യണം, അല്ലെ ഇപ്പോഴാകുമ്പോൾ MPhilന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി MPhil നിർത്താൻ പോവുകയാണ്. 1-2 വർഷത്തിനകത്ത് MPhil പൂർണ്ണമായി നിർത്തും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അറിവ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ MPhilന് ജോയിൻ ചെയ്യാം, ഒരു ഡിഗ്രി കൂടെ കിട്ടും. അതോടൊപ്പം തന്നെ അതിനുശേഷം നിങ്ങൾക്ക് നേരെ PhDയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതൊരു നല്ലതായിരിക്കാം. പേപ്പർ പബ്ലിഷ് ചെയ്യുക. പേപ്പർ കഴിയുന്നിടത്തോളം പേപ്പറുകൾ അപ്രൂവ്ഡ് ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുക. അക്വയർ ആസ് മച്ച് നോളജ് ആസ് പോസിബിൾ. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വിളിക്കും. ഇപ്പൊ UGC അതിന്റെ റെമ്യൂണറേഷൻ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. 50,000 rupees വരെ പെർ മന്ത് നമുക്ക് കിട്ടാവുന്ന പ്രൊവിഷൻ ഉണ്ട്. അത് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും പീരീഡ്സ് തരണം. കോളേജിലെ പ്രിൻസിപ്പലൊക്കെ അത്രയും തരണം. പ്രിൻസിപ്പൽ നമ്മളോട് താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ കഴിവുള്ള ആളാണെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അത്രയും തുക വരെ തരത്തക്ക ലെവലിൽ ഇപ്പൊ ഗസ്റ്റ് ഫാക്കൽറ്റിക്ക് പോലും ഇപ്പൊ എമൗണ്ട് കിട്ടുന്നുണ്ട്. പല കോളേജിൽ ഇപ്പൊ ആദ്യം ലെക്ചർ ടീച്ചേഴ്സിനെ കിട്ടാതെ വരുമ്പോൾ അവര് ഗസ്റ്റിനെ വെച്ചാണ് അവര് ഓടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ചാൻസ് വരുവാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ കയറണം. 1 വർഷത്തിന് 1 മാർക്ക് വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 4-5 വർഷമൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് മാക്സിമം 5 മാർക്ക് വരെ ഇന്റർവ്യൂവിൽ നമുക്ക് അതിന് കിട്ടും. എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1 വർഷമെങ്കിലും നിങ്ങളൊന്ന് കയറി ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു വെച്ചാൽ അതൊരു വലിയ വെയിറ്റേജ് ആണ്. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ച കുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതയുണ്ട്. അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനൂടെ പോവുക. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യുകയും അതിനായിട്ട് പഠിക്കുകയും ഒരുങ്ങുകയും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. അക്വയർ ആസ് മച്ച് നോളജ് ആസ് പോസിബിൾ. കീപ് ഓൺ ലേണിംഗ്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. പഠനം നിർത്തരുത്, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓപ്പൺ ലേണിംഗ് ആണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇഗ്നോ നിങ്ങളുടെ ഓപ്പൺ ലേണിംഗിനായിട്ട് തിരഞ്ഞെടുക്കാം. ഇഗ്നോയുടെ സൈറ്റിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, MA എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു. PGDHE എന്നൊരു കോഴ്സ് ഉണ്ട്. PG ഡിപ്ലോമ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നാണത്. തീർച്ചയായിട്ടും കോളേജ് അധ്യാപകർക്ക് 1 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു PG ഡിപ്ലോമയാണ് PGDHE എന്ന് പറയുന്നത്. അവിടെ MBA പ്രോഗ്രാം ഉണ്ട്. എനി ഗ്രാജുവേറ്റ് ക്യാൻ ജോയിൻ ഫോർ MBA. MA ഡിഫറെന്റ് കോഴ്സ്, ഒരുപാട് MA സൈക്കോളജി, MA ഫിലോസഫി, MA സോഷ്യോളജി, പിന്നെ ഒരുപാട് MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA ലിറ്ററേച്ചർ, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. MA പിന്നെ MSW ഉണ്ട്, MPhil ഉണ്ട്, PhD വരെ നിങ്ങൾക്ക് ഇഗ്നോവിൽ വേണേലും ചെയ്യാം. പക്ഷെ ഇഗ്നോയിൽ നിന്ന് PhD എടുക്കുന്നത് കുറച്ചേറെ പ്രയാസമാണ്. ഡിസ്റ്റൻസ് മോഡിലൊക്കെ ആയതുകൊണ്ട് കുറച്ചേറെ പ്രയാസമാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റി പോയി അത് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം, കോളേജ് ജോലി കിട്ടിയാൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യുവാണ് എപ്പോഴും നല്ലത്. 3 വർഷം കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തീസിസ് സബ്മിറ്റ് ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇഗ്നോയിലൊക്കെ നമ്മൾ ചെയ്ത് ഒരുപാട് ലാഗ് ചെയ്ത് കിടക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ടർ. ഓക്കെ. ഏതായാലും ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ. നമുക്ക് തൽക്കാലം പ്രസന്റേഷൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഒരു റിലാക്സേഷൻ ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാം.
വളരെ മനോഹരമായ ഒരു ഗാനത്തിന്റെ കുറച്ച് വരികൾ നമുക്ക് ഒന്നിച്ചൊന്ന് പാടാം കേട്ടോ. നിങ്ങൾ വോയിസ് ഒന്നും ഇടണ്ട, അല്ലാതിരിക്കുന്നിടത്തിരുന്ന് അങ്ങ് പാടിയാൽ മതി കേട്ടോ. അഴകിയ രാവണൻ എന്ന പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, ഒന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ചെറിയ ബ്രേക്കാണ്, 2-3 മിനിറ്റിന്റെ ഒരു ചെറിയ ബ്രേക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം. ഓക്കെ, താങ്ക് യു. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, in which type of communication the sender and the receiver are the same person? Okay, thank you. Okay, in which type of communication the sender and the receiver are the same person? Interpersonal communication, intrapersonal communication, group communication, mass communication. സുജയാണ് മിടുക്കിയായിട്ട് ആദ്യം ഉത്തരം പറഞ്ഞത്. ബി ആണ് കറക്റ്റ്. രേഷ്മ, ആൻ, കാവ്യ, ദേവിക, ഡോക്ടർ ശാലിനി, അശ്വതി എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ബി ആണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. മിടുക്കരാണ് കേട്ടോ. ഓക്കെ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ടു ലേൺ അബൌട്ട് വൺ സെൽഫ്. ആ സെൽഫ് എന്നൊരു വാക്ക് കണ്ടാലേ ഓർത്തോണം. സെൽഫ് കേട്ടോ, എപ്പോഴും മനസ്സിൽ വെച്ചോണം. ടു നോ വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ജനറൽ പബ്ലിക്കും ശരിയല്ല. ടു ബിക്കം എ ടാലന്റഡ് പബ്ലിക് സ്പീക്കർ ഒന്നുമല്ല. അതൊന്നും അവിടുത്തെ ലക്ഷ്യമല്ല. ടു ലേൺ അബൌട്ട് വൺ സെൽഫ്,
ഞാൻ എന്നെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും എ ആണ്, കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മനുജ, മണി, അശ്വതി എല്ലാവരും തന്നെ കറക്റ്റ് ആണ്. എ ആണ് കറക്റ്റ്. അവിടെ ക്ലൂ ഞാൻ പറഞ്ഞത് സെൽഫ് എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, 2016 ജൂലൈയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ചോയ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്നേഴ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രോക്സിമിറ്റി. ഞാനിപ്പോ പറഞ്ഞല്ലോ, ചിലപ്പോ ഇപ്പൊ ഈ അടുത്ത സമയത്ത് കടുകട്ടി വാക്കുകളുടെ ഒരു പ്രളയം ഉണ്ടാകാറുണ്ട്. അപ്പം പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് എന്നാണ്, അടുപ്പം എന്നാണ് അതിന്റെ അർത്ഥം. പ്രോക്സിമിറ്റി, യൂട്ടിലിറ്റി, ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു ഏകാന്തത എന്ന് പറയത്തില്ലേ നമ്മള്. അപ്പൊ പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ലോൺലിനെസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് തോന്നും. വെരി ഗുഡ്, വെരി ഗുഡ്. ഗൗരി കൃഷ്ണ, ഡോക്ടർ ശുഭ, മനുജ, ലതിക എല്ലാവരും എ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോക്സിമിറ്റി അടുപ്പമാണ്, യൂട്ടിലിറ്റി നമ്മുടെ ആവശ്യമാണ്, ഉപയുക്തതയാണ്, ലോൺലിനെസ്. മറ്റേ യൂട്ടിലിറ്റി, സീക്രസി, ഡിസോണൻസ് എന്നൊക്കെ വരുന്ന നെഗറ്റീവ് വേർഡാണ്. ഡിസോണൻസ് എപ്പോഴും നെഗറ്റീവ് വേർഡാണ്. അതിനകത്ത് സീക്രസി, ഡിസോണൻസ് എല്ലായിടത്തും കയറി വരുന്നുണ്ട്. ഒന്ന് നോക്കി, ഡിസോണൻസ് എന്ന് പറയുന്ന വാക്ക് അകൽച്ചയുടെ കാരണമാണ്, വിരക്തിയോ അകൽച്ചയോ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഡിസെപ്ഷനും, ഡിസിമിലാരിറ്റി, ഡിസോണൻസ്, ഡീവിയൻസ് എന്ന് പറഞ്ഞാലും അകൽച്ചയാണ്. അപ്പം നമുക്ക് അർത്ഥങ്ങളെല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു ഡിസോണൻസ് എന്നൊരു വാക്ക് എന്തായാലും ഒരു നെഗറ്റീവ് വേർഡാണെന്ന് അറിയാമെങ്കിൽ അതൊരിക്കലും ഈ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്നൊരു അപ്പൊ 2ഉം 3ഉം 4ഉം ആ ഡിസോണൻസ് കിടക്കുന്നതുകൊണ്ട് അതിനെ നമുക്കങ്ങ് മാറ്റിക്കളയാം. അങ്ങനൊക്കെ നമുക്ക് ഈ 1 എന്നുള്ളത് കണ്ടുപിടിക്കാം. പല തരത്തിലാണ് ഈ ഉത്തരം. അതിനൊക്കെയുള്ള ക്ലൂ ആയിട്ട് ഇത് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജൂലൈയിൽ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ആസ് എ ടീച്ചർ, select the best option to ensure your effective presence in the classroom. നിങ്ങൾക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ താഴെ പറയുന്നതിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? യൂസ് ഓഫ് പിയർ കമാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിയർ കമാൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരുടെ പ്രസന്റേഷൻസോ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒക്കെ നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. കുട്ടികൾ തന്നെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുക. അതാണ് ഒന്ന്. മേക്കിംഗ് അഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാൻ ഒരിക്കലും ശരിയാവത്തില്ല. അഡോപ്ഷൻ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോസ്റ്റർ എന്ന് പറയാൻ നമ്മളിപ്പോ ഒരു പ്രത്യേക രീതിയിൽ ഒരു പൊസിഷൻ നിൽക്കുക, അഡോപ്റ്റ് ചെയ്യുക, അത് അങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ ബീയിങ് അതോറിറ്റേറിയൻ, ക്ലാസ്സിൽ വലിയ അതോറിറ്റേറിയൻ ആവുമെന്ന് പറഞ്ഞാൽ വലിയ എന്താ പറഞ്ഞ മേളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന പോലെ ഒരു ഡിസിപ്ലിനേറിയൻ ആയി മാറുക എന്നുള്ള രീതി അപ്പൊ അല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും യോജിക്കുന്നത് യൂസ് ഓഫ് പിയർ കമാൻഡ് ആണ്. പക്ഷെ അത് നമ്മൾ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പിടികിട്ടാതെ പോകും. പിയർ കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടെ ആളുകളെ തന്നെ, ഫ്രണ്ട്സിനെ തന്നെ വെച്ച് നമ്മൾ ക്ലാസ് എടുപ്പിക്കുകയും അവരുടെ പ്രസന്റേഷൻസ് നടത്തുകയും ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പിയർ കമാൻഡും പിയർ ഇന്ററാക്ഷനും ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. ജൂലൈയിലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ദ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ്. ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് എന്തൊക്കെ ഗ്രൗണ്ടാണ്? അട്രാക്ടിങ് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം, മിനിമൈസിങ് ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇൻ ദ ക്ലാസ് റൂം. ഇതൊക്കെ വേണ്ടതാണ്, പക്ഷേ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയല്ല. ഓപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. 4 പറയുന്നു, എ പറഞ്ഞല്ലേ. 3 ആൻ കെ ജോർജും ഡോക്ടർ ശാലിനിയും 3 പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഓപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. ദെൻ ഇഫക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്ക്. ഇപ്പൊ ഞാനിത് പറഞ്ഞു തരട്ടെ. സത്യത്തിൽ ഈ 4ഉം ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്ലാസ്സിൽ ഉണ്ടാകുന്നുണ്ട്. കുട്ടികളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ക്ലാസ്സിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻഡിസിപ്ലിനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനും സഹായിക്കും. കുട്ടികളെ ലേണിംഗ് ടാസ്കിൽ എൻഗേജ് ചെയ്യിക്കാനും സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ 1ഉം 2ഉം 4ഉം അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് ഓപ്റ്റിമൈസ് ചെയ്യുക, മാക്സിമൈസിങ് ദ
ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ബാക്കി മൂന്നും ആവശ്യമാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുന്ന ആ കാര്യങ്ങൾക്കല്ല, പക്ഷെ ഇവിടെ ലേണിംഗ് ഔട്ട്കം മാക്സിമൈസ് ചെയ്യിക്കാനാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. വെരി ഗുഡ്. രേഷ്മ, അശ്വതി, സീനത്ത് ഇവര് 3 പേരും 4 ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഞാനൊന്ന് പറയട്ടെ, ക്ലിയർ ആക്കട്ടെ. ഇഫക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നേ ഉള്ളൂ. സോ ഇഫക്റ്റീവ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ലക്ഷ്യമായില്ല. Effective engagement in the learning task is not at all an objective of our teaching. നമ്മുടെ ടീച്ചിങ്ങിന്റെ ലക്ഷ്യമല്ലത്. പക്ഷേ ലക്ഷ്യം നേടാൻ അത് സഹായിക്കും. For the attainment of the various objectives of teaching, effective engagement of students is a must. Compulsory ആണത്. കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം നമ്മൾ. പക്ഷേ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനല്ല ഒരു ലേണിംഗ് എയ്ഡ് ഞാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ ആൻസർ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കറക്റ്റ് ആണോന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. കറക്റ്റ് ഉത്തരം എത്രയും കൂടുതൽ പേര് കറക്റ്റ് ഉത്തരം തരണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ്. മനസ്സിലായില്ലേ? അത് തരാൻ നിങ്ങളുടെ ആക്റ്റീവ് എൻഗേജ്മെന്റ് ആവശ്യമാണ്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അശ്വതി ക്ലിയർ ആയെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. ജാനുവരി 2017 ചോദിച്ച ചോദ്യമാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രീസപ്പോസസ്. അതിനെന്തുണ്ടായിരിക്കും? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് ഉണ്ടാകണം അടിസ്ഥാനമായിട്ട്? നോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അലൈൻമെന്റ് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സുജ ക്ലിയർ ആയി അല്ലേ? ഓക്കെ. അതുൽ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ശാലിനി, എല്ലാവരും, ഗൗരി കൃഷ്ണ ഡി പറഞ്ഞു, എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. ഡോമിനേഷൻ, പാസിവിറ്റി ഒന്നുമല്ല. പാസിവിറ്റി എന്ന് പറയുന്നത് ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ പാസിവിറ്റി എന്ന് പറയുന്നത്. അതല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. സിമ്പിൾ ആണത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഈ നോൺ അലൈൻമെന്റും ഡോമിനേഷനും ഒന്നും മനസ്സിലാകാതെ പോകുമ്പോഴാണ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാതിരിക്കുന്നത്. അതെല്ലാം ഒരു നെഗറ്റീവ് വേർഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോമിനേഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സെൻസ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു ഡോമിനേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആണ്. നമ്മൾ എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. സർക്കുലർ കമ്മ്യൂണിക്കേഷൻ, സ്റ്റാർ പോലെയുള്ള അതോറിറ്റേറിയൻ ഫോമിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലെ കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലാസ് റൂമിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. കുട്ടികളും നമ്മളും എല്ലാം വലിയ വ്യത്യാസം ഇല്ലാതെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാവേണ്ടത്. പ്രീ സപ്പോസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ. ഇൻ ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ്. ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ്, മാസ്. ഏതാണ് കറക്റ്റ്? ബി ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുൽ, അശ്വതി, കാവ്യ, ഗൗരി, ഡോക്ടർ ശാലിനി, രേഷ്മ, ദീപ, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആക്കും, എനിക്കറിയാം. മിടുക്കരാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എപ്പോ എഴുതിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ. ഇതൊരു അല്പം നീണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ? ഓവർ എംഫസിസ് ഓൺ സർട്ടൻ വേർഡ്സ്. അത് വായിക്കുമ്പോഴേ മനസ്സിലായിക്കോണം. ഓവർ എംഫസിസ് എന്നൊരു വാക്ക് വന്നാൽ അത് നെഗറ്റീവ് ആണ്. എംഫസിസിന്റെ ഓവർ എംഫസിസ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടിയ ഒരു എംഫസിസ് ഒരു വാക്കിനും കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മതി അല്ലേ? അപ്പൊ അത് വേണ്ട. ഓവർ എംഫസിസ് നെഗറ്റീവ് ആണ്, അത് വേണ്ട. ബി എന്ന് പറയുന്നത് യൂസ് ഓഫ് ഗോബിൾഡി ഗൂക്ക് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഗോബിൾഡി ഗൂക്ക് എന്നാണ് അതിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ തെറ്റിപ്പോകും. ഞാനും മീനിങ് കണ്ടുപിടിച്ചാണ് മനസ്സിലാക്കിയത്. എനിക്കറിയില്ലായിരുന്നു. മീനിങ്ലെസ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തരത്തില്ല. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ തന്നതാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ തരൂല്ല. പക്ഷെ ഇനിയിപ്പോ ആ വാക്ക് ഓർത്തിരുന്നാൽ മതി. നാച്ചുറലായിട്ട് അങ്ങ് പഠിച്ചോണ്ടാ മതി.
യൂസ് ഓഫ് ഗൊബിൾഡിഗൂക്ക് എന്ന് പറഞ്ഞാൽ വളരെ മീനിങ് ഇല്ലാത്ത ഒത്തിരി വാക്കുകൾ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കുക. അതിനകത്ത് ആശയമില്ലാത്ത വാക്കുകൾ ഭാഷ എന്തിനാ ഉപയോഗിക്കുന്നേ? ചിലര് ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് വലിയ മീനിങ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ജാഗറിങ് എന്നൊക്കെ പറയുന്ന കാട് പടലും തല്ലുക എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ബി അല്ല. ഇനി സി നോക്കി, പ്രോപ്പർ എംപ്ലോയ്മെന്റ് ഓഫ് റിഡൻഡൻസി എന്ന് പറയുന്നു. റിഡൻഡൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുമാതിരി അതൊരു പോസിറ്റീവ് വേർഡാണ്. റിഡൻഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി സ്വാതന്ത്ര്യം കൊടുക്കുക, നമുക്ക് ഫ്രീ ആയിട്ട് വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷയിലെ കമ്മ്യൂണിക്കേഷനിലെ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നമുക്കത് കൊടുക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അവരുടെ വൊക്കാബുലറി ഉപയോഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്. അപ്പൊ പ്രോപ്പർ എംപ്ലോയ്മെന്റ് ഓഫ് റിഡൻഡൻസി എന്ന് പറയുന്നത് സി നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇമ്മീഡിയസി ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. ഫീഡ്ബാക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും. എന്നിട്ട് നിങ്ങളിപ്പോ ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എനിക്ക് ഉത്തരം തരുന്നുണ്ട്. അത് ഇമ്മീഡിയസി ഓഫ് ഫീഡ്ബാക്ക് ആണ്. അതൊരു ഗുഡ് കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പിന്നെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില നമ്മൾ വെർബൽ പ്രസന്റേഷൻ നടത്തുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ, പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തല കുലുക്കി കൊടുക്കും. ശരി പറഞ്ഞു എന്ന് പറയുന്ന പോലെ തല ഇങ്ങനെ പറഞ്ഞു എന്ന് കൈ കാണിക്കുക. ഇതിനെയാണ് നമ്മൾ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. Along with the verbal presentation, the teacher may be giving certain clues, certain cues non-verbally through gestures or like that. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നോൺ വെർബൽ ക്യൂസ്. എഫ് എന്ന് നോക്കിക്കേ, സൈഡ് ലൈനിങ് ഓഫ് സ്റ്റുഡന്റ് ക്രിറ്റിസിസം. അതൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം പിടികിട്ടുള്ളൂ. സൈഡ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. ഒഴിഞ്ഞു പോവുക. സൈഡ് ലൈനിങ് ഓഫ് സ്റ്റുഡന്റ് ക്രിറ്റിസം. കുട്ടികളുടെ ക്രിറ്റിസത്തെ നമുക്ക് പേടിയുണ്ടോ? ടീച്ചേഴ്സിന് പേടിക്കണോ കുട്ടികളുടെ ക്രിറ്റിസത്തെ? എനിക്കത് വളരെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോ എൻ്റെ എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങൾ കണ്ടെത്തി എന്നോട് അറിയിച്ചാൽ ഐ എം ഓൾവേസ് ഇൻഡെപ്റ്റഡ് ടു യു. ഞാൻ വളരെ വെറുതെ പറയുന്നതല്ല. ഞാൻ എനിക്ക് 28 വർഷം, ഓക്കെ, നിങ്ങൾ 3 പറഞ്ഞു. 3 പറയുന്നതിനുപരിയായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 28 വർഷം ഞാൻ പത്തനാപുരം മൗണ്ട് ടാബോറിൽ അധ്യാപകനായിട്ടും പിന്നെ 1 വർഷം പ്രിൻസിപ്പലായിട്ട് ഇരുന്ന ആളാണ്. ഞാൻ കയറിയ വർഷം മുതൽ സ്റ്റുഡന്റ് ഇവാലുവേഷൻ എഴുതിപ്പിക്കുന്ന ഒരാളായിരുന്നു. സ്റ്റുഡൻസ് ഇവാലുവേഷൻ, മന്ത്ലി ഇവാലുവേഷൻ ഞാൻ എഴുതിപ്പിക്കും. എൻ്റെ ക്ലാസ്സിന്റെ പോരായ്മ എന്ത്, നിങ്ങൾ കണ്ടിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടായി, വാട്ട് ആർ യുവർ എക്സ്പീരിയൻസസ്, എല്ലാം വിശദമായിട്ട് ഞാൻ എഴുതിപ്പിക്കും. ചിലരൊന്നും എപ്പോഴും റെഗുലറായിട്ട് എഴുതി തരത്തില്ല, പക്ഷേ ചില കുട്ടികൾ റെഗുലറായിട്ട് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അവരെൻ്റെ കുറവുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ക്ലാസ്സിൽ ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ വാക്കുകൾ അവർ പ്രത്യേകം പറഞ്ഞ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ആ വാക്കുകൾ ഓർക്കുന്ന പോലുമില്ല. കാരണം പിന്നീട് ഞാൻ ആ വാക്കുകൾ മനഃപൂർവ്വം എൻ്റെ പ്രസന്റേഷനിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വാക്കുകൾ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഇമ്പ്രൂവ്മെന്റിന് എല്ലാം കാരണക്കാരൻ്റെ എല്ലാ വർഷത്തെയും വിദ്യാർത്ഥികളാണ്. യാതൊരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. ഞാൻ അത്രയും ഇവാലുവേഷൻ എഴുതിച്ചിട്ടുള്ള ആളാണായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ an ideal teacher should never sideline student criticisms. He should not fear student criticisms. പറയിക്കണം, എങ്കിലേ നമ്മൾ വളരുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ എഫ് ടോട്ടലി റോങ് ആണ്. സൈഡ് ലൈനിങ് ഓഫ് സ്റ്റുഡന്റ് ക്രിറ്റിസിസം ഈസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ ഫോർ എ ഗുഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. എങ്കിൽ എഫ് ഉൾക്കൊള്ളുന്നതുകൂടെ നമുക്ക് 2ഉം 4ഉം അങ്ങ് ഒഴിവാക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാനല്ല ശ്രമിക്കുന്നത്. ഇതുപോലെയുള്ള ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എഫ് എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പം ഗൂഗിൾ ഡിഗൂക്ക് ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ, എഫ് എല്ലാം നമുക്ക് മനസ്സിലാക്കിയാൽ അത് 2ഉം 4ഉം അല്ല. പിന്നെ ഓവർ എംഫസിസ് ഓൺ സർട്ടൻ വേർഡ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഓവർ എംഫസിസ് അത് വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിലായാൽ. എ ഉൾക്കൊള്ളുന്നതുമല്ല. എ എന്ന് പറഞ്ഞാൽ 1ആണ്, അപ്പൊ അതുമല്ല.
ബാക്കി ഒന്നിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും 3 ആണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു ക്ലൂ പിടികിട്ടിയോ? എഫ് അല്ല എന്ന് മാത്രം ചിന്തിച്ചപ്പോൾ നമുക്ക് 2ഉം 4ഉം ഒഴിവാക്കാൻ പറ്റി. എ അല്ല എന്ന് മാത്രം ചിന്തിച്ചപ്പോൾ 1ഉം കൂടെ ഒഴിവാക്കാൻ പറ്റി. അപ്പൊ പിന്നെ 3 ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ സന്തോഷം. ഓക്കെ, ഒരു 4-5 ക്വസ്റ്റിനോട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിർത്താം. മൈക്രോ എക്സ്പ്രഷൻസ് ആസ് പാർട്ട് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആർ. മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വളരെ പെട്ടെന്ന് മാഞ്ഞു മാറി വന്ന് മറയുന്ന എക്സ്പ്രഷൻസിനാണ് അങ്ങനെ പറയുന്നത്. ചില അധ്യാപകരുണ്ട്, പെട്ടെന്നൊന്ന് പുഞ്ചിരിക്കും, ആ ചിരി പെട്ടെന്ന് അങ്ങ് പോകും, അല്ലേ? അങ്ങനെയുള്ള സഡനായിട്ട് വന്ന് മറയുന്നതിനെയാണ് നമ്മൾ മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആണെന്ന് എന്തിനാ പറയുന്നത്? ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പോസിറ്റീവ് ആണെന്നും പറയാൻ പറ്റത്തില്ല, മാനിപ്പുലേറ്റീവ് ആണെന്നും പറയാൻ പറ്റത്തില്ല. അത് എപ്പോഴും മാനിപ്പുലേറ്റീവ് ആണോ? അല്ല. പിന്നൊരു വാക്ക് തന്നിരിക്കുന്നത് ഫ്ലീറ്റിംഗ് എന്നാണ്. ഫ്ലീറ്റിംഗ്, അതിന്റെ മീനിങ് ഹാപ്പൻസ് റിയലി ഫാസ്റ്റ് എന്നാണ്. അത് മനസ്സിലാക്കിയാലേ, ഈ മൈക്രോ എക്സ്പ്രഷൻസിന്റെയും കൂടെ മീനിങ് മനസ്സിലാക്കിയാലേ നമുക്ക് അതാണെന്ന് പിടികിട്ടുള്ളൂ. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മിന്നി മറയുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഹാപ്പൻസ് റിയലി ഫാസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് mediated interpersonal communication? Which of the following is an example of mediated interpersonal communication? Interpersonal ആയിരിക്കണം, അത് mediated ആയിരിക്കണം. Writing a personal diary for self analysis എന്ന് പറയുന്നത് mediated ആണ്, പക്ഷെ അത് സെൽഫ് അനാലിസിസ് കിടക്കുന്നതുകൊണ്ട് ഇൻട്രാപേഴ്സണൽ ആണ്. റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഫ്രണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, അല്ലെ? അതുൽ, സുജ, ദേവിക, ദീപ, മനുജ മിടുക്കരാണ് കേട്ടോ. An examiner conducts a vivavoce with the candidate എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ആണല്ലോ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെന്താ കുഴപ്പം? അത് മീഡിയേറ്റഡ് അല്ല, അല്ലേ? അവിടെയാണ്, ഡിറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുജ മീഡിയേറ്റഡ് അല്ല. ഡോക്ടർ ശാലിനി, ദേവിക മിടുക്കരാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, എ ടീച്ചർ ടേക്കിംഗ് എ ക്ലാസ് എന്ന് പറയുന്നത് ഡിറക്റ്റ് ആണ്, ഇന്റർപേഴ്സണൽ തന്നെ വിളിക്കാനും പറ്റത്തില്ല. അതിനെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് മാറും. എ ടീച്ചർ ടേക്കിംഗ് എ ക്ലാസ് എന്നുള്ളതിനെ ഇന്റർപേഴ്സണൽ എന്ന് വിളിക്കാൻ പറ്റൂല. തന്നെയല്ല അത് മീഡിയേറ്റഡ് അല്ല, ഡിറക്റ്റ് ആണ്. താങ്ക് യു. അപ്പൊ ഡി ആണ് കറക്റ്റ്. ഡി ഒരെണ്ണം കൂടെ നോക്കിയുള്ള. ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒന്ന് പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. Which of the following is not an example of intrapersonal communication? Which of the following is not an example of intrapersonal communication എന്നാ പറഞ്ഞത്. അപ്പൊ intrapersonal communication ഏതൊക്കെയാന്ന് അങ്ങോട്ട് ചിന്തിച്ച് മാറ്റി വെക്കുക. മെറ്റാകോഗ്നിഷൻ ഇന്റർപേഴ്സണൽ ആണ്, സോറി ഇൻട്രാ ആണ്. കണ്ടംപ്ലേഷൻ ഇൻട്രാ ആണ്. മെഡിറ്റേഷൻ ഇൻട്രാ ആണ്. പ്രോജക്റ്റ് ഇവാലുവേഷൻ ഈസ് നോട്ട് ഇൻട്രാ. എന്താ കാരണം? പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരാളും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് വേറൊരാളുമാണ്. പ്രോജക്റ്റ് ചെയ്യുന്ന ആളല്ല അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടത് ഇൻട്രാപേഴ്സണൽ എന്ന് പറയില്ല. അത് പക്ഷെ എന്താണ്? ഒരാൾ ചെയ്തിട്ട് മറ്റൊരാൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റർപേഴ്സണൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ അല്ലാത്തത് പ്രോജക്റ്റ് ഇവാലുവേഷൻ. താങ്ക് യു സോ മച്ച് ദേവിക. ജിജി ഷിബു പേര് ഞാൻ അധികം പറയാത്ത ഒരു ആണല്ലോ. ഓക്കെ, ഡി വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അശ്വതി, കാവ്യ, ഡോക്ടർ ശാലിനി എല്ലാവരും ഉണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്